അപ്പോൾ പഠിക്കാൻ മടിയുള്ള എൻ്റെ ടീച്ചർമാരെ, സാറുമാരെ നമസ്കാരം. നമ്മൾ പുതിയ ഒരു വിഷയം ആരംഭിക്കുകയാണ്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 4 3 വിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സൈക്കോളജി പെഡഗോജിയുടെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. നമ്മുടെ ജീന ടീച്ചറാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. സർവീസിലുള്ളവരുടെ സ്പെഷ്യൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് മിക്കവാറും ഉടനെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ മടിയൊക്കെ കളഞ്ഞിട്ട് പഠിക്കേണ്ട സമയം അതിക്രമിച്ചു. നിങ്ങൾ സൈക്കോളജിയുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവരുണ്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ ബാച്ചിലെ ആളുകളെല്ലാം സൈക്കോളജിയുടെ ബാച്ചിൽ അറ്റൻഡ് ചെയ്തവരാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന സൈക്കോളജിയുടെ ക്ലാസ് നടത്തുന്നത്. പക്ഷെ എല്ലാവർക്കും നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു എന്താ പറയുന്ന ഒരു റിവിഷൻ എന്നുള്ള വണ്ണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ലിങ്കുകൾ അവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടീച്ചറിന്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. ടീച്ചർ ഒരു എന്താ പറയുന്ന സൈക്കോളജിയിൽ ഒരു ChatGPT തന്നെയാണ്. എന്ത് സംശയം ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് വളരെ ലളിതമായിട്ട് തന്നെ പറഞ്ഞു തരികയും ചെയ്യും. സൈക്കോളജിക്ക് നമുക്ക് ഒരു 7 ദിവസമാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇന്നു മുതൽ ഒരു 7 ദിവസത്തേക്ക് നമ്മൾ സൈക്കോളജിയുടെ ക്ലാസ്സുകളായിരിക്കും. പിന്നെ നമ്മൾ ഒരു ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും, അങ്ങനെയാണ് നമ്മൾ എല്ലാ വിഷയങ്ങളും പൊക്കോണ്ടിരിക്കുന്നത്. ടീച്ചറും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുള്ളൂ. ഒരുപാട് അങ്ങനെ വലിച്ചു വാരി പഠിപ്പിക്കുന്ന പരിപാടിയൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല ഒരു വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ കൃത്യം ശ്രദ്ധാലുക്കളായിരിക്കുക. മൈക്കൊന്ന് ഓഫാക്കി ഇടുക, അതായത് ഓണാക്കി ഇട്ടിട്ട് പാത്രം തേക്കാനും കഞ്ഞിയുടെ പാത്രം കഴുകി വെക്കാനും ഒന്നും പോവരുത്. നിങ്ങൾ ആ സമയത്ത് ഇവിടെ തന്നെ ആയിരിക്കുക. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇവിടെ ആയിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. ജീന ടീച്ചറെ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ക്ലാസ് തുടങ്ങട്ടോ സാർ? തുടങ്ങിക്കോ ടീച്ചറെ, ഒന്നും നോക്കണ്ട. ഓക്കെ, അപ്പൊ വിദ്യാവീതിയുടെ കേറ്റഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൈക്കോളജിയാണ് എടുക്കുന്നത്. സാറ് പറഞ്ഞ പോലെ എൻ്റെ പേര് ജീന എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സിലബസ് ഫുള്ള് കവർ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം കൂടുതൽ സ്ട്രെസ് ചെയ്താണ് ഞാൻ ഈ ഒരാഴ്ച ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. പിന്നെ 30 മാർക്കിനാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫുൾ മാർക്ക് സ്കോർ ചെയ്യത്തക്ക രീതിയിൽ അന്നെന്നുള്ളത് അന്നു തന്നെ ഷോർട്ട് നോട്ട് ആക്കിയോ എന്തെങ്കിലും അല്ലെങ്കിൽ നോട്ട് എഴുതിയെടുക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം മിസ്സേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ ക്ലാസ് കേട്ട ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്കും ഇത് ശ്രദ്ധിച്ചിരിക്കാം. പുതിയതായിട്ടുള്ളവർക്ക് വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കുക. നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്ക് വേണോ ചോദിക്കാം. ഓക്കെ, നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളതാണ് സൈക്കോളജി. നിങ്ങൾ ഭയങ്കര ടഫാണെന്നൊന്നും മനസ്സിൽ വിചാരിക്കല്ലേ. പക്ഷെ നമ്മൾ പഠിക്കുന്നത് അതിന്റെ ബേസ് അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ്, ആശയം മനസ്സിലാക്കി പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും എഴുതാൻ പറ്റും. ഇപ്പം കേട്ടിട്ട് 1-ഉം 2-നും 4-നും ഉള്ള ചൈൽഡ് സൈക്കോളജി ആൻഡ് ഡെവലപ്മെന്റ് എന്ന പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പിന്നെ സിലബസിലുള്ള കാര്യങ്ങളാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് എന്താണ് സൈക്കോളജി അല്ലെങ്കിൽ എന്താണ് മനഃശാസ്ത്രം എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളത് തന്നെ, മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദമായ സൈക്കെ എന്ന് ലോഗോസ് എന്നും 2 വാക്കുകളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഉത്ഭവിച്ച് വന്നിട്ടുള്ളത്. അപ്പം മനഃശാസ്ത്രം ഇത് നിങ്ങൾ ഇപ്പൊ BEdനായാലും അല്ലെങ്കിൽ നിങ്ങൾ TTCക്കായാലും അല്ലെങ്കിൽ DLEdനായാലും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം തന്നതിന് ശേഷം നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദമായ സൈക്കെ എന്ന് ലോഗോസ് എന്നും 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. സൈക്കെ എന്നാൽ സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്നാണ് അർത്ഥം. ലോഗോസ് എന്നാൽ സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് ആണ് അർത്ഥം. അപ്പം മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദമായ സൈക്കെ എന്ന് ലോഗോസ് എന്ന് 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആദ്യമായിട്ട് മനഃശാസ്ത്രം എന്ന പദം ഉപയോഗിച്ചത് നമ്മുടെ ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കൽ ആണ്. ആദ്യമായിട്ട് മനഃശാസ്ത്രം എന്ന പദം ഉപയോഗിച്ചത് ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കൽ ആണ്.
അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ റുഡോൾഫ് ഗോക്കൽ മനഃശാസ്ത്ര എന്ന പദം ഉപയോഗിക്കുന്നതിനും 66 വർഷങ്ങൾക്ക് മുൻപ് പിന്നെ ഒരു ക്രയേഷ്യൻ കവിയായ മാർക്കോ മെർലിക് തന്റെ കവിതകളിൽ സൈക്ലോജിയ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ റുഡോൾഫ് ഗോക്കൽ എന്നാണ് എഴുതേണ്ടത്. ഇതല്ലാതെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. കാരണം ഒരു ക്രയേഷ്യൻ എന്ന രാജ്യത്തിലെ ഒരു വളരെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു ഈ മാർക്കോ മെർലിക് എന്ന് പറയുന്നത് ഒരു കവി. അദ്ദേഹം തന്റെ കവിതകളിൽ സൈക്ലോജിയ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വളരെ പ്രശസ്തിയോ അതിനെക്കുറിച്ച് പിന്നീട് പഠനങ്ങളോ ഒന്നും നടത്തിയില്ല. എന്നാൽ നമ്മുടെ ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കലാണ് മനഃശാസ്ത്രം എന്ന പദം നമുക്ക് പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അതെന്താണെന്നതിനെ കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വഴിതെളിച്ചത് നമ്മുടെ റുഡോൾഫ് ഗോക്കൽ ആണ്. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിൽ നമുക്ക് പഠിക്കാനുള്ളത് മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായത്. സൈക്കി എന്നും ലോഗോസ് എന്നും 2 വാക്കുകളിൽ നിന്ന്. മനഃശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കൽ ആണ്. അടുത്തത് മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ വില്യം വൂണ്ടിനെയാണ്. ആരെയാണ്? വില്യം വൂണ്ടിനെയാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരില് അറിയപ്പെടുന്നത്. ഈ നിങ്ങളുടെ ഈ പിക്ചറിൽ കാണപ്പെടുന്ന ഇയാളാണ് വില്യം വൂണ്ട്. വില്യം വൂണ്ടിനെയാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരില് അറിയപ്പെടുന്നത്. അടുത്ത ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ്. സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം വൂണ്ടിനെയാണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിനെ ആണ്. അടുത്ത വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് തോണ്ടേക്കിനെയാണ്. നമ്മുടെ EL തോണ്ടേക്കിനെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ 3 കാര്യങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇപ്പോഴേ ഓർത്ത് വച്ചിരിക്കുക. മനഃശാസ്ത്രത്തിന്റെ പിതാവ് വില്യം വൂണ്ടാണ്. ആധുനിക അല്ലെങ്കിൽ മോഡേൺ സൈക്കോളജിയുടെ ഇപ്പോഴത്തെ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് തോണ്ടേക്ക് ആണ്. ഓക്കെ, അടുത്തത് മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള കുറച്ച് നിഗമനങ്ങൾ. പണ്ട് കാലത്തെ മനഃശാസ്ത്രത്തെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് നിർവചിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് മനഃശാസ്ത്രം, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നിഗമനങ്ങൾ നിലവിൽ വന്നിരുന്നു. അപ്പം ആദ്യകാലത്ത് നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ റുഡോൾഫ് ഗോക്കലാണ് മനഃശാസ്ത്രം എന്ന പദം ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് മനഃശാസ്ത്രത്തെ വിപുലീകരിച്ചതും അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയതും നമ്മുടെ വില്യം വൂണ്ടാണ്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വില്യം വൂണ്ടാണ്. അപ്പം ഈ വില്യം വൂണ്ടിന് മുൻപ് മനഃശാസ്ത്രത്തെ ഏതൊക്കെ രീതിയിലാണ് മനഃശാസ്ത്രത്തിന്റെ നിർവചനങ്ങളെ പറഞ്ഞിരുന്നത്, അതിനെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. മനഃശാസ്ത്ര നിഗമനങ്ങൾ. അപ്പൊ ആദ്യ കാലങ്ങളിൽ നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസമായാലും നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം, അല്ലെങ്കിൽ നമ്മുടെ ഈ കൂടുതലായിട്ട് നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം ഉടലെടുക്കുന്നത് നമ്മുടെ പണ്ട് കാലത്തെ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ അവരുടെ കാലഘട്ടങ്ങളിലോടുകൂടെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് പ്രശസ്തി വന്നുകൊണ്ട് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ പ്രശസ്തി വന്നു തുടങ്ങിയത്. അപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ മനഃശാസ്ത്രത്തെ ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മുടെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ഇവരൊക്കെ പറഞ്ഞിരുന്നതാണ് മനഃശാസ്ത്രം എന്നാൽ ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ്. അപ്പം ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താണ് ആത്മാവ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് ആത്മാവിനെ കുറിച്ച് വ്യക്തമായ ഒരു നിർവചനം? അല്ലെങ്കിൽ ആത്മാവ് എവിടെയാണ് കാണപ്പെടുന്നത്? ആത്മാവിനെ നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാൻ പറ്റുമോ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ എന്താണ് ആത്മാവ്? ആത്മാവിനെ കുറിച്ച് ഒരു നിർവചനം പറയാമോ? യെസ് ഓർ നോ? അറിയില്ല. നമുക്ക് ഒരിക്കൽ എന്താണ് ആത്മാവ് എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ടെങ്കിലും അത് എന്താണ് അല്ലെങ്കിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു,
നമുക്ക് അതിന് വ്യക്തമായിട്ടുള്ള ഒരു നിർവചനമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ആർക്കും പറ്റില്ല. അപ്പം പിൽക്കാലത്ത് വന്നവർ ഈ പ്ലേറ്റോ അരിസ്റ്റോട്ടലിന്റെയും കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് വന്ന് നമ്മുടെ ജർമ്മൻ ഫിലോസഫറായ കാന്ത് എന്ന് പറയുന്ന ആള്, പിന്നീട് വന്ന ആള് പറഞ്ഞതാണ്, ഈ ആത്മാവിനെ കുറിച്ച് വ്യക്തമായ നിർവചനം നൽകാൻ കഴിയാത്തത് കൊണ്ട് ഈ ആദ്യത്തെ നിർവചനത്തെ എന്ത് ചെയ്തു, അവര് നിരാകരിച്ചു അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു. ഇതെന്ന് വെച്ചാൽ റിജക്ട് ചെയ്തു. ഈ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിന്റെ ശാസ്ത്രമല്ല എന്ന് എന്ത് ചെയ്തു, അവര് ആ ഡെഫിനിഷനെ അല്ലെങ്കിൽ ആ നിർവചനത്തെ തള്ളിക്കളഞ്ഞു. പിന്നീട് വന്ന നമ്മുടെ ജർമ്മൻ ഫിലോസഫറായ കാന്ത് പറഞ്ഞതാണ്, കാന്ത് മനസ്സിന്റെ ശാസ്ത്രമാണ് എന്താണ്, മനഃശാസ്ത്രം, മനസ്സിന്റെ ശാസ്ത്രം. അപ്പം ആദ്യമായിട്ട് പ്ലേറ്റോ അരിസ്റ്റോട്ടലും പറഞ്ഞതാണ് മനഃശാസ്ത്രം എന്നാൽ ആത്മാവിന്റെ ശാസ്ത്രം. എന്നാൽ പിൽക്കാലത്ത് വന്ന പല മനഃശാസ്ത്രജ്ഞന്മാരും ആത്മാവിനെ കുറിച്ച് വ്യക്തമായ നിർവചനം നൽകാൻ കഴിയാത്തത് കൊണ്ട് ആത്മാവിന്റെ ശാസ്ത്രം എന്ന നിർവചനത്തെ എന്ത് ചെയ്തു, നിരാകരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജർമ്മൻ ഫിലോസഫറായ കാന്ത് പറഞ്ഞതാണ് മനഃശാസ്ത്രം എന്നാൽ മനസ്സിന്റെ ശാസ്ത്രം. അപ്പൊ നമുക്ക് അറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് മനസ്സ്. ഇപ്പൊ ചില കുട്ടികൾ പറയും എനിക്ക് മനസ്സില്ല, എനിക്ക് മനസ്സ് ഭയങ്കര വേദനിക്കുന്നു എന്നൊക്കെ ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് മനസ്സ്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് മനസ്സ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ മനസ്സിനെ നമുക്ക് രൂപമാറ്റം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കുറെ കാര്യങ്ങൾ പിന്നീട് വന്ന മനഃശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു, പരീക്ഷണങ്ങൾ വഴിയും പഠനങ്ങൾ വഴിയും അതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ എന്താണ് നമ്മുടെ കാന്തിനോ അപ്പൊ കാന്തിന്റെ കൂടെ വർക്ക് ചെയ്തവർക്കോ കഴിഞ്ഞില്ല. അങ്ങനെ ഈ മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന നിർവചനത്തെ എന്ത് ചെയ്തു തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വില്യം ജെയിംസും വില്യം ഊണ്ടും പറഞ്ഞതാണ് മനഃശാസ്ത്രം എന്നാൽ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം. മനഃശാസ്ത്രം എന്നാൽ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം. അപ്പൊ എന്താണ് ബോധമണ്ഡലം? എന്താണ് ബോധമണ്ഡലം എന്ന് പറഞ്ഞാൽ? കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാല് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന മണ്ഡലമാണ്, അല്ലെങ്കിൽ അറിയുന്ന മനസ്സാണ് ബോധമണ്ഡലം. എന്നുവെച്ചാല് ഇപ്പൊ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വസ്തുവിലോട്ട് തന്നെ, ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നുവെങ്കിൽ ഇതിൽ എത്രയോ പേര് ക്ലാസ് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നുണ്ട്, വേറെ കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ വേറെ ചിന്തയിലായിരിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് കേൾക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ആ ഒരു മണ്ഡലത്തെയാണ് ബോധമണ്ഡലം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബോധമണ്ഡലം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സില് നമ്മുടെ മനുഷ്യര് അപൂർവം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാത്രമേ ബോധമണ്ഡലത്തോടു കൂടി ഇരിക്കുന്നുള്ളൂ. ബാക്കി സമയം എല്ലാം നമ്മൾ വേറെ എന്ന് വെച്ചാൽ അബോധമണ്ഡലത്തിലും ഉപബോധമണ്ഡലത്തിലുമാണ് ഇരിക്കുന്നത്. അപ്പൊ ബോധമണ്ഡലത്തോട് ഇരിക്കുമ്പോൾ മാത്രമുള്ള മനഃശാസ്ത്രത്തെയാണ്, ബോധമണ്ഡലത്തോട് ഇരിക്കുമ്പോൾ മാത്രമുള്ള ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്ന് നമ്മുടെ വില്യം ജെയിംസും വില്യം ഊണ്ടും പറഞ്ഞത്. അപ്പോഴും പിൽക്കാലത്ത് വന്ന നമ്മുടെ എന്താണ് JB വാട്സണും പിന്നെ പാവ്ലോവ്, സ്കിന്നർ, അവരൊക്കെ എന്ത് ചെയ്തു, ഈ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം, ബോധമണ്ഡലത്തോട് ഇരിക്കുമ്പോ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ബോധമണ്ഡലം അല്ലെങ്കിൽ ബോധ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് അതിനെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്, അത് തെറ്റാണെന്ന് ആ നിർവചനത്തെ എന്ത് ചെയ്തു, നിരാകരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ JB വാട്സൺ, നമ്മുടെ വ്യവഹാരവാദത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ബിഹേവിയറിസത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന JB വാട്സൺ ആണ് പറഞ്ഞത് മനഃശാസ്ത്രം എന്നാൽ വ്യവഹാരത്തിന്റെ ശാസ്ത്രം. വ്യവഹാരം അല്ലെങ്കിൽ ബിഹേവിയർ, എന്താണ് ബിഹേവിയറിനെ മാറ്റാൻ കഴിയുമോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് പരീക്ഷണങ്ങളെല്ലാം നടത്തി, പഠനങ്ങൾ നടത്തി അത് വ്യവഹാരത്തെ മാറ്റാൻ കഴിയും, വ്യവഹാരത്തിന് വ്യക്തമായ ഡെഫിനിഷൻ നൽകാൻ കഴിയും എന്ന് നമ്മുടെ JB വാട്സൺ എന്ത് ചെയ്തു തെളിയിച്ചു. അതുകൊണ്ട്
ഇന്ന് ലോകവ്യാപകമായിട്ട് മനഃശാസ്ത്രം എന്നാൽ വ്യവഹാരത്തിന്റെ ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ജീവികളുടെ, അതാണ് ജീവനുള്ള വസ്തുക്കളുടെ വ്യവഹാരത്തിലുള്ള ഉണ്ടാകുന്ന മാറ്റത്തെയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോയാലും ഒരു പരീക്ഷയ്ക്ക് പോയാലും മനഃശാസ്ത്രം എന്തെന്ന് ചോദിച്ചാൽ ആത്മാവിന്റെ അല്ലെങ്കിൽ മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറയല്. അത് തെറ്റാണ്. ജീവികളുടെ വ്യവഹാരത്തെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന, മനുഷ്യരുടെ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളുടെ വ്യവഹാരത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത് പറയുന്നത്? മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആര്? വില്യം ജെയിംസും വില്യം വുഡും. അതെ, വില്യം ജെയിംസും വില്യം വുഡുമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ മനസ്സിലായല്ലോ, മനഃശാസ്ത്രം എന്ന് പറയുന്ന ഈ 3 ഡെഫിനിഷനെയും തള്ളിക്കളഞ്ഞിട്ട് വ്യവഹാരത്തിന്റെ ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾ വ്യവഹാരം എന്ന് കേട്ടാലേ നിങ്ങൾ ആരെയാണ് ഓർക്കേണ്ടത്? ആരെയാണ് ഓർക്കേണ്ടത്? വ്യവഹാര സിദ്ധാന്തത്തിന്റെ പിതാവും വ്യവഹാരവാദ എല്ലാം ആരാണ്? നമ്മുടെ പിതാവും JB വാട്സൺ ആണ്. ഇനി നമുക്ക് എന്താണ് മനഃശാസ്ത്രം എന്നതിനെ കുറിച്ച് വേറെ കുറെ മനഃശാസ്ത്രജ്ഞന്മാര് പറഞ്ഞ് കുറച്ച് ഡെഫിനിഷൻ നോക്കാം. അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. നമ്മുടെ എക്സ്പീരിയൻസ്, മനുഷ്യരിലെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസിനെയും ബിഹേവിയറിനെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് നമ്മുടെ സ്കിന്നർ എന്ത് ചെയ്തു? പറഞ്ഞു. സ്കിന്നർ പറഞ്ഞാണ് അനുഭവങ്ങളുടെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് സ്കിന്നർ പറഞ്ഞു. അടുത്ത് നമ്മുടെ മർഫി പറഞ്ഞതാണ് പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് ആര് പറഞ്ഞു? നമ്മുടെ മർഫി പറഞ്ഞു. അടുത്ത് ക്രോ. നിങ്ങൾ ഇങ്ങനത്തെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ ഒരു 1-2 വർഷമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇപ്പം ആരുടെയെങ്കിലും ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പ്രധാനപ്പെട്ട ഡെഫിനിഷൻ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ. മനുഷ്യബന്ധങ്ങളുടെയും മനുഷ്യ വ്യവഹാരങ്ങളുടെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് ക്രോ പറഞ്ഞു. അപ്പൊ നിങ്ങൾ സിമ്പിളായിട്ട് എന്താണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിന്റെ ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ജീവികളുടെ അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നിർവചനം പഠിച്ച് വച്ചിരിക്കുക. ഓക്കെ. അടുത്തിനി നമുക്ക് മനഃശാസ്ത്രത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. കേവല മനഃശാസ്ത്രമെന്നും പ്രയുക്ത മനഃശാസ്ത്രമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. കേവല മനഃശാസ്ത്രം എന്ന് വെച്ചാൽ പ്യുവർ സൈക്കോളജി. ഒരു ജീവിയെ ശുദ്ധമായ എന്ന് വെച്ചാൽ ഒരു ജീവിയുടെ വളർച്ച, വികാസം, പിന്നെ ജീവിയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്നിവയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് പ്യുവർ സൈക്കോളജി അല്ലെങ്കിൽ കേവല മനഃശാസ്ത്രം. ഓക്കെ. എന്ന് വെച്ചാല് ഒരു മനുഷ്യരുടെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ എന്താണ് ഡെവലപ്മെന്റൽ സ്റ്റേജസ് അല്ലെങ്കിൽ വികാസ ഘട്ടങ്ങൾ, വളർച്ചയുടെ ഘട്ടങ്ങൾ, പിന്നെ അവരിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ, മാനസിക രോഗങ്ങൾ എന്നിവയെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത്. ഉദാഹരണമാണ് ശിശു മനഃശാസ്ത്രം, വികാസ മനഃശാസ്ത്രം, അടുത്ത് പൊതു മനഃശാസ്ത്രം, അടുത്ത് സാമൂഹ്യ മനഃശാസ്ത്രം, അടുത്ത അബ്നോർമൽ സൈക്കോളജി. ഇതെല്ലാം നമ്മുടെ കേവല മനഃശാസ്ത്രത്തിന് ഉദാഹരണമാണ്. പിന്നെ ഒരിക്കൽ എക്സാമിന് ചോദിച്ചതാണ്, ശിശു മനഃശാസ്ത്രം മനഃശാസ്ത്രത്തിന്റെ ഏത് ശാഖയിൽ പെടുന്നു? ഏതാണ്? മനഃശാസ്ത്രം. നമുക്ക് പഠിക്കാനുണ്ട് ചൈൽഡ് സൈക്കോളജി, ശിശു മനഃശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. അപ്പൊ നമ്മുടെ ശിശു മനഃശാസ്ത്രത്തിന്റെ ഏത് ശാഖയിലാണ് വരുന്നത്? കേവല മനഃശാസ്ത്ര സൈക്കോളജിയിലാണ് വരുന്നത്. ഇനി ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ആർക്ക് പറയാം? വെരി ഗുഡ്. അപ്പൊ നമ്മുടെ പിയാഷെ, അതെ,
നമ്മുടെ ജീൻ പിയാഷെയാണ് ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരെയാണ്? ജീൻ പിയാഷെ. ഓക്കെ, ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പിയാഷെയാണ്. ഓക്കെ, ശിശു മനഃശാസ്ത്രം മനഃശാസ്ത്രത്തിന്റെ കേവല മനഃശാസ്ത്രം എന്ന ശാഖയിലാണ് ഉൾപ്പെടുന്നത്. അടുത്തത് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി. ഈ വാക്കിൽ നിന്നേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഏതെങ്കിലും ശാഖയെ മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനെ എന്താണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അതുപോലെ നമ്മുടെ എന്താണ്, മിലിറ്ററിയിലുണ്ട്, പോലീസ് ട്രെയിനിങ്ങിലുണ്ട്, ഹെൽത്ത് സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി, ഇൻഡസ്ട്രിയലുണ്ട്, ക്ലിനിക്കലുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു മേഖലയെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെടുത്തുന്നതിനാണ് അപ്ലൈ ചെയ്യുന്നതാണ് അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്രം. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ ഏത് ശാഖയിലാണ് വരുന്നത്? പ്രയുക്ത മനഃശാസ്ത്രം. എന്തിനാണ് ഈ എഡ്യൂക്കേഷനിൽ ഈ സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രത്തെ കൊണ്ടുവന്നത്? എന്തിനാണ്? നിങ്ങളൊക്കെ എന്തിനാണ് വെറുതെ ഈ സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം പഠിക്കുന്നത്? എന്തിനാണ്? മാനസികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനാണോ? ഫസ്റ്റ് നമ്മുടെ മുൻപിലിരിക്കുന്ന കുട്ടികളെ നമുക്ക് എന്താണ് അവരുടെ സ്വഭാവ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ, അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ഈ പോലീസ് ട്രെയിനിങ്, പോലീസിൽ ജോലി കിട്ടുമല്ലോ, അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്കൊരു സബ്ജക്റ്റ് ട്രെയിനിങ്ങില് സൈക്കോളജി പഠിക്കണം. എന്തിനാണ് അവർക്ക് ഈ പോലീസ് ട്രെയിനിങ്ങിന് സൈക്കോളജി പഠിപ്പിക്കുന്നത്? വെരി ഗുഡ്. എന്ന് വെച്ചാൽ തന്റെ മുമ്പിൽ വരുന്ന കുറ്റവാളികളെ എങ്ങനെ നേരിടണം, എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണം, അവരുടെ സ്വഭാവ രീതികൾ, അവരോട് നല്ല ക്ലോസ് ആയിട്ടിരുന്ന് അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കേണ്ടത് എങ്ങനെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പോലീസ് ട്രെയിനിങ്ങിൽ എന്ത് കൊടുക്കുന്നത്? സൈക്കോളജി. അതുപോലെ മിലിറ്ററിയിൽ എന്തിനാണ് സൈക്കോളജി? മിലിറ്ററി ട്രെയിനിങ്ങില് ശത്രുക്കളെ നേരിടാൻ, അല്ലേ? പിന്നെ അവർ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഒക്കെ ഏതൊക്കെ രീതിയിലാണ് അതിനെ ഉപയോഗിക്കണം, ഉപയോഗിക്കുന്നതിന്റെ സൈക്കോളജി. പിന്നെ യുദ്ധം വരുമ്പോ എങ്ങനെ പ്രതികരിക്കണം, മാനസികമായി എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് മിലിറ്ററിയിൽ എന്ത് ചെയ്യുന്നത്? സൈക്കോളജി പഠിപ്പിക്കുന്നത്. നമുക്ക് അതൊന്നും നോക്കണ്ട. നമ്മൾക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ സ്വഭാവ വ്യതിയാനങ്ങൾ, പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ, അവരെ കുറിച്ച് പഠിക്കുന്നതിനും അവർക്കുണ്ടാകുന്ന വികാസം, അവർക്കുണ്ടാകുന്ന വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസത്തില് മനഃശാസ്ത്രത്തെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ മനഃശാസ്ത്രത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? കേവല മനഃശാസ്ത്രം, കേവല മനഃശാസ്ത്രത്തിൽ എന്ന് വെച്ചാൽ പ്യുവറായിട്ട് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ജീവിയെ ഒരു മായവും കലർത്താതെ പ്യുവറായിട്ട് പഠിക്കുന്നതാണ് കേവല മനഃശാസ്ത്രം. ഇപ്പൊ ഒരു മനുഷ്യൻ എടുക്കുകയാണെങ്കിൽ അവൻ എന്തെങ്കിലും മാനസിക രോഗം ഉണ്ടെങ്കിൽ അത് പഠിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തി സമൂഹവുമായിട്ട് അവന് ഇടപെടാൻ പറ്റിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും, അല്ലെങ്കിൽ അവന്റെ വളർച്ച വികാസങ്ങളെ കുറിച്ച് പഠിക്കുന്നതും എല്ലാം കേവല മനഃശാസ്ത്രത്തിൽ ആണ്. എന്നാൽ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ വരുമ്പോ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഒരു ഫീൽഡിലോട്ട് നമ്മുടെ സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രത്തെ അപ്ലൈ ചെയ്യുന്നതാണ് പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം വരുന്നത് പ്രയുക്ത മനഃശാസ്ത്രത്തിലും ശിശു മനഃശാസ്ത്രം വരുന്നത് കേവല മനഃശാസ്ത്രത്തിലും ആണ്. നമ്മുടെ ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? അപ്പൊ ഇത് മനസ്സിലായല്ലോ? ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അടുത്തിന് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം? അതിനെക്കുറിച്ച് നമുക്ക് 1-2 ഡെഫിനിഷൻ കൂടെ പഠിക്കാം. നമുക്ക് ഇനിയാണ് നമ്മുടെ സിലബസിലോട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം തൊട്ടാണ് പഠിക്കാനുള്ളത്. ഓക്കെ,
ബോധന പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്രത്തെ. ബോധന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധനം പഠിപ്പിക്കുന്നതിനും പഠിക്കാനും ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്രത്തെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് നമ്മുടെ സ്കിന്നർ പറഞ്ഞു. പിന്നെ വിദ്യാഭ്യാസമാണ് മനഃശാസ്ത്രം എന്ന് നമ്മുടെ പീൽ പറഞ്ഞു. പീൽ. അടുത്ത ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് സ്കിന്നർ. അത് ആദ്യം പറഞ്ഞതാണ്, സെയിം ഇത് തന്നെയാണ്. അടുത്ത് ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള അനുഭവങ്ങളെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് നമ്മുടെ ക്രോ പറഞ്ഞു. ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള അനുഭവങ്ങളെയാണ് എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മാത്രം മതി. പിന്നെ വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലനമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രമെന്ന് ഒസുബൽ പറഞ്ഞു. ഓക്കെ, അടുത്തത് നമ്മൾ ഇനി ടോപ്പിക്കിലോട്ട് വരെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മനഃശാസ്ത്ര സമീപനങ്ങൾ, അല്ലെങ്കിൽ അപ്രോച്ചസ് ഇൻ സൈക്കോളജി, അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് സൈക്കോളജി. കുറച്ച് ടഫാണ്, എന്നാലും നിങ്ങൾ പഠിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ ഇതിൽ നിന്ന് ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം തിയറിയും ഇതിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് പഠിക്കേണ്ട തിയറി എല്ലാം വരുന്നത്. സിദ്ധാന്തങ്ങളെല്ലാം ഇതിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് നമുക്ക് സ്കൂൾസ് ഓഫ് സൈക്കോളജി നമുക്ക് എന്താണ് നല്ല ഇതായിട്ട് മനസ്സിലാക്കിയാൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകാൻ പറ്റും. അപ്പൊ മനഃശാസ്ത്ര സമീപനങ്ങൾ അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്താധാരകൾ അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്താണെന്ന് നോക്കാം. എന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ട് കാലം മുതലേ മനഃശാസ്ത്രത്തെ എങ്ങനെയാണ് കരുതിയിരുന്നത്, എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്, ഏതൊക്കെ രീതിയിലാണ് മനുഷ്യരുടെ സ്വഭാവ രീതികളെ കണ്ടെത്തിയിരുന്നത്, അതിനെയൊക്കെ കുറിച്ചാണ് ഈ മനഃശാസ്ത്ര സമീപനങ്ങളിൽ അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ പറയുന്നത്. അപ്പൊ പ്രധാനമായി 7 എണ്ണം ഉണ്ട്. പണ്ട് കാലത്ത് ഉള്ളത് തൊട്ട് തുടങ്ങി നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര ശാഖ വരെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ജ്ഞാന നിർമ്മിതിവാദം. ഇതിന് പറയുന്ന പുതിയ പേരാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. അപ്പൊ പണ്ട് കാലത്ത് ആദ്യത്തെ ഘടനാവാദം മുതൽ ജ്ഞാന നിർമ്മിതിവാദം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തത് ഘടനാവാദം, ധർമ്മവാദം, സമഗ്രതാവാദം, വ്യവഹാരവാദം, മാനസിക അപഗ്രഥനം, മാനവികതാവാദം, ജ്ഞാന നിർമ്മിതിവാദം. ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തത് ഘടനാവാദം, അതിന് സ്ട്രക്ചറലിസം എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ മനഃശാസ്ത്ര സമീപനമാണ് ഘടനാവാദം. അത് നമുക്ക് ഓൾറെഡി അറിയാം. ആദ്യത്തെ മനഃശാസ്ത്ര സമീപനമാണ്. വില്യം വൂണ്ടാണ് ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത്. ഘടനാവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എഡ്വേർഡ് ടിച്ച്നറിനാണ്. എന്നാൽ വില്യം വൂണ്ടാണ് തുടക്കം കുറിച്ചത്. പക്ഷെ ബാക്കി കാര്യങ്ങൾ എല്ലാം പഠിച്ചതും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയതും പരീക്ഷണങ്ങൾ നടത്തിയതും നമ്മുടെ എഡ്വേർഡ് ടിച്ച്നർ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഘടനാവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഘടനാവാദത്തിൽ അന്തർനിരീക്ഷണത്തിനാണ് പ്രാധാന്യം നൽകിയത്. വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തിയത് ഇൻട്രോസെപ്ഷൻ അല്ലെങ്കിൽ അന്തർനിരീക്ഷണം. ഇൻട്രോസെപ്ഷൻ എന്ന് പറഞ്ഞാല് ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്ന് വെച്ചാല് എന്താണ്, ഇപ്പൊ ഞാനൊരു കാര്യം എഴുതി തരാം നിങ്ങളോട്. ഞാനൊരു ഒരു ടോപ്പിക് തരും, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു കാര്യം നിങ്ങളോട് എഴുതി തരാൻ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇല്ലാത്തതും ഉള്ളതും എല്ലാം കൂടെ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കിയും ഒക്കെ എന്ത് ചെയ്യും? എല്ലാരും എഴുതി തരും. പണ്ട് കാലത്താണെങ്കിൽ അങ്ങനെ കള്ളവും, നമുക്ക് ഓണത്തിനൊക്കെ പറയുന്നതാണ്, കള്ളവും ഇല്ല മാവേലി നാടുവാണിടും കാലം, പിന്നെ കള്ളവും ഇല്ല ചതിയും ഇല്ല. അപ്പം അന്നത്തെ കാലത്ത് എന്ത് ചോദിച്ചാലും അതിന് വ്യക്തമായ ഉത്തരം നൽകിയിരുന്നു. അപ്പൊ അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യരുടെ സ്വഭാവ രീതികൾ കണ്ടെത്താൻ പറ്റും. പക്ഷെ ഇന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ ക്ലാസ്സിൽ പോയി കുട്ടികളോട് ഇന്നത്തെ കാര്യങ്ങൾ എഴുതി തരാൻ പറഞ്ഞ അവര് ഇല്ലാത്തതും ഉള്ളതും ഉണ്ടാക്കിയും എല്ലാം എഴുതി തരും. അപ്പൊ നമുക്ക് അത് വായിച്ചിട്ട് ഒരിക്കലും ആ ഒരു കുട്ടിയുടെ സ്വഭാവ രീതിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വിലയിരുത്താൻ പറ്റൂല. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും ഈ അന്തർനിരീക്ഷണത്തിന് പ്രാധാന്യം ഇല്ല. പക്ഷെ ഘടനാവാദത്തിൽ അന്തർനിരീക്ഷണം, ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തിയത് അന്തർനിരീക്ഷണത്തിലാണ്.
ഓക്കെ, അന്തർനിരീക്ഷണം എന്ന് പറഞ്ഞാല് നാം നമ്മെ തന്നെ എന്ത് ചെയ്യുക, സെൽഫ് ഒബ്സർവേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ നമ്മെ തന്നെ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. അടുത്ത്, മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഞാൻ പഠിപ്പിച്ചതാണ്. മനഃശാസ്ത്രത്തിന് ഒരു ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ നൽകിയത് വില്യം വോണ്ട് ആണ്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതും ആരാണ്? വില്യം വോണ്ട്. ആദ്യത്തെ പിന്നെ എവിടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനിയിലെ ലിപ്സിക് സർവകലാശാലയിൽ 1879 ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല ആര് സ്ഥാപിച്ചത്? വില്യം വോണ്ട്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് തന്നെ ഇതിലുണ്ട്. ഘടനാവാദം എന്ന് പറയുന്നത് ആദ്യത്തെ മനഃശാസ്ത്ര സമീപനമാണ്. വില്യം വോണ്ടാണ് തുടക്കം കുറിച്ചത്. ഘടനാവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എഡ്വേർഡ് ടിച്ച്നറിനെയാണ്. പിന്നെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് വില്യം വോണ്ടാണ്. മനഃശാസ്ത്രത്തിന് ഒരു ഘടന നൽകിയതും വില്യം വോണ്ടാണ്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് വില്യം വോണ്ടാണ്. എവിടെയാണ്? ജർമ്മനിയിലെ ലിപ്സിക് സർവകലാശാലയിൽ 1879 ആണ്. അടുത്ത് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. മനുഷ്യ സ്വഭാവത്തെ കൃത്യനിഷ്ഠതയോടെ അളന്നതും ആരാണ്, അല്ലെങ്കിൽ മെഷർ ചെയ്തതും ആരാണ്? വില്യം വോണ്ട് ആണ്. അടുത്ത്, ഘടനാവാദം എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിനെ ഘടകങ്ങളായി വിഭജിക്കാമെന്നും മനസ്സിനെ ആശയങ്ങളായും വികാരങ്ങളായും വേർതിരിക്കാമെന്നുള്ള വാദമാണ് ഘടനാവാദം. ഘടനാവാദത്തിൽ പറയുന്നത് മനുഷ്യന്റെ മനസ്സിനെ പലതായിട്ട് വിഭജിക്കുക, അത് ആശയങ്ങളും വികാരങ്ങളുമായിട്ട് വേർതിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. ഘടനാവാദത്തിന്റെ തുടക്കം കുറിച്ചത് വില്യം വോണ്ടാണ്. പക്ഷെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ടിച്ച്നർ ആണ്. അന്തർനിരീക്ഷണത്തിലാണ് ഘടനാവാദത്തിൽ വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തിയിരുന്നത്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വോണ്ടാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് മനഃശാസ്ത്രത്തിന് ഒരു ഘടന നൽകിയത്. പിന്നെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതും വില്യം വോണ്ടാണ്. 1879 ജർമ്മനിയിലെ ലിപ്സിക് സർവകലാശാലയിലാണ് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്. മനുഷ്യ സ്വഭാവത്തെ കൃത്യനിഷ്ഠതയോടെ അളന്നതും ആരാണ്? നമ്മുടെ വില്യം വോണ്ട് ആണ്. മനുഷ്യ സ്വഭാവത്തെ വളരെ കൃത്യനിഷ്ഠതയോടെ അളന്നതും ആരാണ്? നമ്മുടെ വില്യം വോണ്ട് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഘടനാവാദത്തിൽ. ഇത്ര മനസ്സിലായോ ഘടനാവാദത്തെ കുറിച്ച്? അടുത്തത് ഇനി ധർമ്മവാദം, ഫങ്ഷണലിസം. ധർമ്മവാദം. ധർമ്മവാദത്തിൽ മനസ്സിന്റെ പ്രവർത്തനത്തിനാണ് ധർമ്മം, ഫങ്ഷൻ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം മനസ്സിന്റെ പ്രവർത്തനത്തിനാണ് പ്രാധാന്യം. നമ്മൾ നേരത്തെ അതിലെന്താണ്, ഘടനയ്ക്കാണ് പ്രാധാന്യം അല്ലേ? ഘടന ക്കാണ് പ്രാധാന്യം. ഇതെന്ന് വെച്ചാൽ മനസ്സിന്റെ പ്രവർത്തനം, ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് പ്രാധാന്യം. ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വാദം ധർമ്മവാദമാണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വാദം അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് വെച്ചാൽ നിങ്ങൾ ഘടനാവാദം എന്ന് പറയരുത്. ഏതാണ്? ധർമ്മവാദമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ധർമ്മവാദത്തിൽ പറയുന്നത്. മനുഷ്യൻ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു പരിസരവുമായി ഇണങ്ങി പോകാനുള്ള മനസ്സിന്റെ ധർമ്മത്തെയാണ് ധർമ്മവാദം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് മറ്റേ ഘടനയ്ക്കൊന്നും ഒരു പ്രാധാന്യമില്ല. നമുക്ക് മനസ്സിന്റെ ഘടന ഈ മനസ്സിനെ കുറിച്ചും മനസ്സിന്റെ ഘടനയെ കുറിച്ചും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രവൃത്തിയാണ്, അതാണ് ഇന്നും നിലനിൽക്കുന്നത്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോയി അവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഇന്ന വ്യക്തി എന്ന് പറയുന്നത്, ആ വ്യക്തിയുടെ ഗുണം എന്ന് പറയുന്നത്. അതാണ് ധർമ്മവാദത്തിൽ പറയുന്നത്. അപ്പൊ ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വാദവും ഏതാണ്? ധർമ്മവാദമാണ്. പരിസരവുമായി ഇണങ്ങിപ്പോകാൻ മനസ്സിനെ അതുവഴി ജീവിയെ സഹായിക്കുന്ന മനസ്സിന്റെ ധർമ്മമാണ് ധർമ്മവാദം. പിന്നെ ധർമ്മവാദത്തിൽ പ്രാധാന്യം നൽകിയിരുന്നത് പഠനം, പിന്നെ ഓർമ്മ, പ്രചോദനം, പ്രശ്ന അപഗ്രഥനം.
എന്നിവയ്ക്കായിരുന്നു ധർമ്മവാദത്തിൽ പ്രാധാന്യം നൽകിയിരുന്നത്. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് പഠിക്കുക, പിന്നെ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാനുള്ള കഴിവ്. അപ്പൊ ഓർത്തെടുക്കണമെങ്കിൽ പഠിക്കുമ്പോ എന്താണ് ഫലവത്തായിട്ട് പഠിക്കുക. പിന്നെ മോട്ടിവേഷൻ, പ്രചോദനം കൊടുക്കുക. അപ്പൊ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, പ്രചോദനം ഉണ്ടാക്കുക, മറ്റുള്ളവർക്കും പ്രചോദനം. പിന്നെ ഒരു പ്രോബ്ലം സോൾവിങ്, ഒരു പ്രോബ്ലത്തെ തന്നെ സോൾവ് ചെയ്യുക. ഇതിനൊക്കെയാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു, ഇതിൽ ഒന്നിനെ എടുത്ത് മാറ്റിയിട്ട് വേറൊരു എന്താണ് ഇപ്പൊ ഓർമ്മ എന്ന് അതിനെ മാറ്റിയിട്ട് വേറൊരു ഇത് തന്നിട്ട് ഇതില് നമ്മുടെ ധർമ്മവാദത്തിന്റെ പഠന വിഷയം അല്ലാത്തത് ഏതെന്ന് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ഈ 4 കാര്യങ്ങള് ഒന്ന് ഓർത്തിരിക്കുക: പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നം, ലേണിംഗ്, മെമ്മറി, മോട്ടിവേഷൻ, പ്രോബ്ലം സോൾവിങ് എന്നിവയാണ് ധർമ്മവാദത്തിലെ പ്രധാന പഠന വിഷയങ്ങൾ. അടുത്ത്, ധർമ്മവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം ജെയിംസ് ആണ്. ആരാണ്? വില്യം ജെയിംസ് ആണ് ധർമ്മവാദത്തിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് വില്യം ജെയിംസിനെ ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? വില്യം ജെയിംസ്. അടുത്ത്, ധർമ്മവാദത്തെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയത് ജോൺ ഡൂയി ആണ്. അപ്പൊ ഈ ധർമ്മവാദത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിലോട്ട് കൊണ്ടുവന്നത് ആരാണ്? ജോൺ ഡൂയി ആണ്. ഓക്കെ, ധർമ്മവാദത്തെ വിദ്യാഭ്യാസ പ്രക്രിയയിലോട്ട് കൊണ്ടുവന്നത് ആരാണ്? ജോൺ ഡൂയി ആണ്. അടുത്ത്, മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന ഗ്രന്ഥം 1890 രചിച്ചത് ആരാണ്? നമ്മുടെ വില്യം ജെയിംസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, മനഃശാസ്ത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥം. ഇപ്പൊ നമ്മൾ ഉള്ളതിൽ വെച്ച് ഇപ്പൊ സൈക്കോളജിയിലെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഏതാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി, അല്ലെങ്കിൽ മനഃശാസ്ത്ര തത്വങ്ങൾ. ഇത് രചിച്ചത് ആരാണ്? ജോൺ ഡൂയി. അപ്പൊ നമ്മുടെ സൈക്കോളജിയിലെ അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിലെ ആദ്യത്തെ ബുക്കാണ് മനഃശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ബുക്ക്. അത് രചിച്ചതും ആരാണ്? വില്യം ജെയിംസ് ആണ്. അടുത്ത്, ധർമ്മവാദത്തിന്റെ വക്താവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ജോൺ ഡൂയി. പക്ഷെ ധർമ്മവാദത്തിന്റെ പിതാവെന്ന അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? വില്യം ജെയിംസ്. തെറ്റിക്കല്ലേ? ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ധർമ്മവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം ജെയിംസ് ആണ്. ധർമ്മവാദത്തിന്റെ വക്താവ്, ഉപജ്ഞാതാവ് കഴിഞ്ഞിട്ടേ ആര് വരൂ? വക്താവ് വരും. ധർമ്മവാദത്തിന്റെ വക്താവ് എന്ന പേരിൽ ജോൺ ഡൂയി. ഓക്കെ, അപ്പം ധർമ്മവാദത്തിൽ മനസ്സിന്റെ പ്രവർത്തനത്തിനാണ് പ്രാധാന്യം. ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന വാദം ധർമ്മവാദമാണ്. ധർമ്മവാദത്തിലെ പ്രധാന പഠന വിഷയങ്ങൾ പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്ന അപഗ്രഥനം. ധർമ്മവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം ജെയിംസ് ആണ്. വില്യം ജെയിംസിനെ ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മനഃശാസ്ത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥമായ മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് നമ്മുടെ ആരാണ്? വില്യം ജെയിംസ് ആണ്. 1890 രചിച്ചത്. പിന്നെ ധർമ്മവാദത്തെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ കൊണ്ടുവന്നത് ജോൺ ഡൂയി ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ധർമ്മവാദത്തിന്റെ വക്താവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ധർമ്മവാദത്തിനെ കുറിച്ച് പറയാൻ. അപ്പൊ ഒന്നാമത്തത് പഠിച്ചു, ഘടനാവാദം. നിങ്ങൾ ഓരോന്നിന്റെയും ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത രണ്ടാമത്തതാണ് ധർമ്മവാദം. മൂന്നാമത്തത് സമഗ്രതാവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ടിസം. സമഗ്രതാവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ടിസം. സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? മാക്സ് വെർത്തീമറിനെയാണ് സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. കാരണം മാക്സ് വെർത്തീമർ ആണ് ഒരുപാട് ഈ സമഗ്രതാവാദത്തെ കുറിച്ച് പഠിക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്താണ് സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന 2 പേരാണ് കോഹ്ലറും കാഫ്കയും കോഹ്ലറും. ഇത് വക്താക്കൾ എന്നാണ് ഇവരെ പറയുന്നത്. ഇവരെ 3 പേരെയും ചേർന്നാണ് സമഗ്രതാവാദ മനഃശാസ്ത്രജ്ഞരെന്നാണ് പറയുന്നത്. ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ്. ഇവരെ 3 പേരെയും പഠിക്കണം. മാക്സ് വെർത്തീമർ, കോഹ്ലർ, കാഫ്ക.
ഇതിലിപ്പോ ഒരാളെ മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരാളെ വേറെ പേര് തന്നിട്ടോ ഇതില് പിന്നെ എന്താണ് സമഗ്രതാവാദ മനഃശാസ്ത്രജ്ഞർ അല്ലാത്തത് ആരെന്നും ചോദിക്കും. അതുകൊണ്ട് ഈ 3 പേര് പഠിക്കണം: മാക്സ് വെർത്തീമർ, കോഹ്ലർ, കാഫ്ക. ഓക്കെ, അപ്പൊ സമഗ്രതാവാദത്തിന് കൂടുതൽ സംഭാവനകൾ നൽകിയത് മാക്സ് വെർത്തീമർ ആണ്. അടുത്ത് നമ്മുടെ ഈ സമഗ്രതാവാദത്തിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട് എന്ന് വെച്ചാല് ഏതൊരു പിന്നെ ഒരു കാര്യത്തെയും നമ്മൾ എന്ത് ചെയ്യണം, സമഗ്രമായിട്ട് നോക്കി കാണണമെന്നാണ് പറയുന്നത്. വെച്ചാൽ നമ്മൾ എന്ത് ഇപ്പം ഇപ്പൊ നിങ്ങൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകുമ്പം 2 കുട്ടികൾ തമ്മിൽ ഭയങ്കര അടിയും ബഹളവും, അല്ലെങ്കിൽ 2 ഗ്രൂപ്പായിട്ട് ഭയങ്കര അടിയും പ്രശ്നവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പ് പിടിച്ചു മാറ്റിയിട്ട് ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് മാത്രം ചെന്ന് അവരുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ശരി അവരാണ് തെറ്റ് ചെയ്ത് മറ്റേ ബാച്ചാണ് തെറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്താണ്, നമ്മള് ഒരു പ്രശ്നത്തെ നോക്കി കാണുമ്പോ എന്ത് ചെയ്യണം? മുഴുവനായിട്ടാണ് നോക്കി കാണേണ്ടത്, അല്ലാതെ എന്താണ് ചെറിയ ഭാഗങ്ങളായിട്ടല്ല. അതാണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്. അതാണ് സമഗ്രതാവാദം. ഏതൊരു കാര്യത്തെ അല്ലെങ്കിൽ ഏതൊരു പ്രതിഭാസത്തെയും എന്തൊരു പ്രശ്നത്തെയും നമ്മുടെ ജീവിതത്താലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ആ പ്രശ്നത്തിന്റെ റൂട്ട് കോസ് എന്ന് വെച്ചാൽ മൂല കാരണം വരെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തിയിട്ട് അതിനൊരു പരിഹാരം ചെയ്യാവൂ. അല്ലാതെ പകുതി വരെ പോയിട്ട് ഇനി എനിക്ക് പറ്റൂല അല്ലെങ്കിൽ ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ശരിയാവൂല. അതാണ് പറയുന്നത്, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം എന്ത് ചെയ്യണം? മുഴുവനായിട്ട് നോക്കി കാണണം, ഭാഗികമായിട്ട് അല്ല. അതാണ് ഇതിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്. ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട് എന്ന ആശയം ഏത് വാദത്തിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ഏതിലാണ്? സമഗ്രത ഗസ്റ്റാൾട്ടിസത്തിൽ വരുന്നതാണ് ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട് എന്ന് വെച്ചാൽ ഭാഗികമായി നോക്കിക്കാണുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്താണ് ഒരു സാഹചര്യത്തെ എന്ത് ചെയ്യുക? സമഗ്രമായിട്ട് നോക്കിക്കാണുക. ഇതാണ് ഇതിന്റെ മലയാളം മീനിങ് എന്ന് പറയുന്നത്. ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ സമഗ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾ, മുഴുവൻ അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് സിദ്ധാന്തിക്കുന്നതാണ് സമഗ്രതാവാദം. അപ്പം ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന് അടിസ്ഥാനം എന്ന് സിദ്ധാന്തിക്കുന്നതാണ് സമഗ്രതാവാദം. 1880, 1943 കാലഘട്ടങ്ങളിലാണ് സമഗ്രതാവാദം നിലനിന്നിരുന്നത്. പിന്നെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി, ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇൻസൈറ്റ് ലേണിംഗ് തിയറി ഉടലെടുത്തത് എവിടെ നിന്നാണ്? സമഗ്രതാവാദത്തിൽ നിന്നാണ്. ഇതിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ചിമ്പാൻസി അല്ലെ, സുൽത്താൻ എന്ന ചിമ്പാൻസിയെ കുറിച്ച് പഠിക്കണം. പരീക്ഷണങ്ങളുണ്ട്, കുറച്ച് തിയറികളൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത തിയറിയിലോട്ട് പോകുമ്പം പഠിക്കാം. ഇതിലാണ് നമുക്ക് നമ്മുടെ ഈ ചിമ്പാൻസിയുടെ പരീക്ഷണം നടത്തിയത് കോഹ്ലറാണ് കേട്ടോ. ഈ ചിമ്പാൻസി, സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തിയത് കോഹ്ലറാണ്. പക്ഷെ മാക്സ് വെർത്തീമറും കാഫ്കയും കൂടെ സഹായിച്ചു. പക്ഷെ മുഴുവനായിട്ട് ആ പരീക്ഷണം നടത്തിയത് കോഹ്ലർ ആണ്. ഓക്കെ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം പഠിക്കുമ്പോൾ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ സമഗ്രതാവാദത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മാക്സ് വെർത്തീമറിനെയും കോഹ്ലറിനെയും കാഫ്കയും. പിന്നെ ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട് വളരെ പ്രധാനമാണ്. ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട്. ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെ നമ്മൾ നോക്കി കാണേണ്ടത് എങ്ങനെയാണ്? സമഗ്രമായിട്ടാണ്, അല്ലാതെ എന്താണ് ഭാഗികമായിട്ടല്ല അല്ലെങ്കിൽ പാർട്ടായിട്ടല്ല. ഒരു പ്രശ്നം വരുമ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഇപ്പൊ നമുക്കറിയാം എത്രയോ ഇപ്പം ആൾക്കാര് ഇപ്പം ഈ കൊലപാതകങ്ങൾ നടത്തുന്നു. എന്നിട്ട് നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്ന റീസൺ കൊണ്ടാണ് കൊലപാതകം നടത്തിയെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ തെളിയിക്കാൻ പറ്റില്ല. നമ്മൾ ആ സാഹചര്യങ്ങളും ഒരുപാട് പേരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരുപാട് പേരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫൈനൽ സൊല്യൂഷനിൽ എത്താൻ പറ്റും. അതാണ് ഈ സമഗ്രതാവാദത്തില് പറയുന്നത്.
പിന്നെ വേറൊരു പ്രധാന ഈ സമഗ്രതാവാദത്തിലെ പ്രധാന ഒരു തത്വം എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് ആണ് കേട്ടാ, പ്രശ്ന പരിഹരണം. അതുകൂടെ നിങ്ങൾ എഴുതി വെച്ചിരിക്കുക. സമഗ്രതാവാദത്തിന്റെ പ്രധാന തത്വം എന്ന് പറയുന്നത് എന്താണ്? പ്രശ്ന പരിഹരണം അല്ലെങ്കിൽ പ്രോബ്ലം. നമ്മള് പ്രോബ്ലംസ് ഒരു പ്രശ്നത്തെ പരിഹരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കാര്യങ്ങൾ നടത്തുന്നത്. അതാണ് സമഗ്രതാവാദം. പിന്നെ അതിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 3 പഠിച്ചു. ഘടനാവാദം പഠിച്ചു, ധർമ്മവാദം പഠിച്ചു, സമഗ്രതാവാദം. അടുത്തിനി വ്യവഹാരവാദം, ബിഹേവിയറിസം, വളരെ പ്രധാനമാണ്. വർത്തനവാദം എന്നും ചേഷ്ടവാദം എന്ന പേരിലും വ്യവഹാരവാദത്തെ അറിയപ്പെടുന്നു. വർത്തനവാദം എന്നും ചേഷ്ടവാദം എന്ന പേരിലും വ്യവഹാരവാദത്തെ അറിയപ്പെടുന്നു. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഫാദർ എന്ന് പറയുന്ന, പിതാവ് എന്ന് പറയുന്നത് ആരെയാണ്? ജെ.ബി. അതുകൂടാതെ വക്താക്കൾ എന്ന് പറയുന്നതാണ് പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ. ഇവര് പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, ജെ.ബി. വാട്സൺ ഇവരെല്ലാരും വ്യവഹാരവാദികൾ ആണ്. വ്യവഹാരം. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ഓർക്കേണ്ടത്, SR എന്ന് കണ്ടാലേ നിങ്ങളെ മനസ്സിൽ ആദ്യം എന്ത് വരണം? വ്യവഹാരം എന്ന് വെച്ചാൽ സ്റ്റിമുലസ് റെസ്പോൺസ്, ചോദക പ്രതികരണം. അപ്പം ചോദക പ്രതികരണം, സങ്കീർണമായ ചെറിയ ചെറിയ വ്യവഹാരങ്ങളെല്ലാം SR ബന്ധത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രസ്താവിക്കുന്നതാണ് വ്യവഹാരവാദം. നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഓർത്തിരിക്കണം, SR എന്ന് പറഞ്ഞാലേ അല്ലെങ്കിൽ ചോദക പ്രതികരണം എന്ന് പറയുമ്പോഴേ നിങ്ങളെ മൈൻഡിൽ ഓടി വരണം വ്യവഹാരവാദം ആണ്. അടുത്ത്, വ്യവഹാരവാദത്തിൽ ജീവികളുടെ വ്യവഹാരത്തിനാണ് പ്രാധാന്യം നൽകിയത്. ജീവികളുടെ വ്യവഹാരം എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവ സവിശേഷതയ്ക്കാണ് പ്രാധാന്യം. മനസ്സും ആത്മാവും പരാമർശിക്കപ്പെടാത്ത ഒരേ ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണ് ഏത്? ഇതില് മനസ്സിനെ കുറിച്ചോ ആത്മാവിനെക്കുറിച്ചോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതാണ് ഇപ്പൊ മനസ്സും ആത്മാവും പരാമർശിക്കപ്പെടാത്ത ഒരേ ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണ് വ്യവഹാരവാദം. ഓക്കെ, ഇത് വളരെ ഈസിയാണ്. വർത്തനവാദം എന്നും ചേഷ്ടവാദം എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ജെ.ബി. വാട്സൺ ആണ്. വ്യവഹാരവാദത്തിന്റെ വക്താക്കൾ പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ. പിന്നെ സങ്കീർണങ്ങളായ വ്യവഹാരങ്ങളെല്ലാം ചോദക പ്രതികരണം, SR ബന്ധത്തിൽ അല്ലെങ്കിൽ സ്റ്റിമുലസ് റെസ്പോൺസിൽ അധിഷ്ഠിതമാണെന്ന് പ്രസ്താവിക്കുന്നതാണ് വ്യവഹാരവാദം. വ്യവഹാരവാദത്തിൽ ജീവികളുടെ വ്യവഹാരത്തിനാണ് പ്രാധാന്യം. മനസ്സും ആത്മാവും പരാമർശിക്കപ്പെടാത്ത മനഃശാസ്ത്ര ചിന്താധാരയാണ് ഒരേ ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണ് വ്യവഹാരവാദം. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 4 പഠിച്ചു. ഘടനാവാദം പഠിച്ചു, ധർമ്മവാദം പഠിച്ചു, സമഗ്രതാവാദമായി വ്യവഹാരവാദം. അടുത്തിനി മാനസിക അപഗ്രഥനം, സൈക്കോ അനാലിസിസ്. ഇതിന്റെ മാനസിക അപഗ്രഥനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? അപ്പൊ സൈക്കോ അനാലിസിസിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്, മാനസിക അപഗ്രഥനത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം പറഞ്ഞത് അബോധ മനസ്സാണ് മനസ്സിന്റെ യാഥാർത്ഥ്യം എന്ന് വെച്ചാല്, അതിനു മുമ്പ് നമുക്ക് പഠിക്കാം, അബോധ മനസ്സ് എന്ന ആശയം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ മനുഷ്യന് 3 തരത്തിലുള്ള മനസ്സുണ്ട്. അതില് ആദ്യം 3 തരത്തിലുള്ള മനസ്സിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ അബോധ മനസ്സ് എന്ന ഒരു മനസ്സ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്, എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്, അല്ലെങ്കിൽ ഉപയോഗിച്ചത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത്, മനുഷ്യ മനസ്സിനെ ഹിമശൈലത്തോട് ഉപമിച്ചത് ആരാണ്? സിഗ്മണ്ട്. ഇതില് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാനസിക അപഗ്രഥനത്തിന്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിനാണ്. അബോധ മനസ്സ് എന്ന ആശയം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനുഷ്യ മനസ്സിനെ ഹിമശൈലത്തോട് ഉപമിച്ചത് ആരാണ്? ഫ്രോയിഡ് ആണ്. ഓക്കെ, അടുത്തിനി നമുക്ക് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല്,
യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അയാളുടെ അബോധ മനസ്സിലായിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നമുക്ക് കൃത്യനിഷ്ഠതയോടെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. എന്ന് വെച്ചാല് നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരുപാട് ഇപ്പൊ കൊലപാതകങ്ങളും അങ്ങനത്തെ, ഇപ്പൊ നിങ്ങൾക്ക് കൂടത്തായിലെ ജോളി, അതുപോലെ നമ്മുടെ ട്രിവാൻഡ്രം നന്ദൻകോടിലെ ഒരിക്കൽ കേടൽ എന്ന് പറയുന്ന അയാളുടെ പാരന്റ്സിനെയും സിസ്റ്ററിനെയും അയാളുടെ ഗ്രാൻഡ് പാരന്റ്സിനെയൊക്കെ എന്ത് ചെയ്തു, കത്തിച്ചു കൊന്നു. അപ്പൊ അതുപോലത്തെ വലിയ വലിയ മർഡർ കേസ് വരുമ്പോ ഇവരോട് ചോദിക്കുമ്പോ ഇവര് യഥാർത്ഥത്തിൽ ആൻസർ പറയോ? ഇവര് കൊന്നൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, പറയില്ല. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഗ്രീഷ്മ എന്ന് പറഞ്ഞ് മറ്റേ കഷായം ജ്യൂസിൽ കലക്കി കൊടുത്ത കേട്ടിട്ടില്ലേ നിങ്ങള് ആ കഥ? അപ്പൊ ആദ്യം ആ ഗ്രീഷ്മ സത്യം പറഞ്ഞോ? ഇല്ല. യഥാർത്ഥത്തിൽ ഗ്രീഷ്മയോട് ഒരുപാട് നല്ല ബോധ മനസ്സോടുകൂടെ ഇരുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. പിന്നെ ഗ്രീഷ്മയെ കൊണ്ടുപോയി എന്ത് ചെയ്തെന്ന ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. ഷോക്ക്, നമ്മുടെ കറണ്ട് ശരീരത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അബോധാവസ്ഥയിലാവും. അല്ലെങ്കിൽ അതിനെ ഹിപ്നോട്ടിസം, നിങ്ങൾ മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ ഹിപ്നോട്ടിസം. എന്താണ് ഹിപ്നോട്ടിസം? മയക്കി കിടത്തിയിട്ട് നമ്മളെ കൊണ്ട് പറയും നമ്മളെ അബോധാവസ്ഥയിലാക്കിയിട്ട്, അപ്പം നമ്മുടെ ഉള്ളില് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, വിളിച്ചു പറയും, അല്ലേ? ഇപ്പൊ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ശരീരത്തിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് അബോധാവസ്ഥയിലാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അറിയാതെ എന്ത് ചെയ്യും, ഇപ്പൊ പറഞ്ഞു പോകും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ ഇന്നത് ചെയ്തു എന്ന് വ്യക്തമായിട്ട് അവരെന്ത് ചെയ്യും, പറയും. അങ്ങനെയാണ് ഈ ഹിപ്നോട്ടിസത്തിലും ഈ ഷോക്ക് ട്രീറ്റ്മെന്റിലൊക്കെ എന്ത് ചെയ്യുന്നത്, പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. CBI ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മൾ തന്നെ എടുക്കാം. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ആരുടെയും പറയാതെ ഒളിച്ചു വെച്ചിരിക്കും, അല്ലേ? നമ്മുടെ അബോധ മനസ്സിൽ എന്ത് ചെയ്യും, ഒളിച്ചു വെച്ചിരിക്കും. അതിനെ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, നമ്മൾ ഉറക്കത്തില്, സ്വപ്നത്തിന്റെ രൂപത്തിൽ ഉറക്കത്തിൽ എന്ത് ചെയ്യും, വിളിച്ചു പറയുന്നവരും ഉണ്ട്. മനസ്സിലായി? അപ്പം സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുന്നത് എപ്പോഴാണ്? മനസ്സിന്റെ ചോദനകളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും പ്രകാശിതമാകുന്നു എന്നുള്ള വാദമാണ് മാനസിക അപഗ്രഥനം. എന്ന് വെച്ചാൽ അബോധ മനസ്സിലായിരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാണ് ആര് പറഞ്ഞത്? പറഞ്ഞത്? എനിക്കായാലും ഭയങ്കര ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അതെങ്ങനെയാണ് അബോധ മനസ്സിലിരിക്കുമ്പോഴാണ് യഥാർത്ഥ? പക്ഷെ നമ്മൾ ചിന്തിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇപ്പം ഞാൻ ബോധ മനസ്സോടുകൂടെ ഇരിക്കുമ്പോൾ എനിക്ക് എന്ത് പൊങ്ങച്ചോ, എന്ത് കള്ളത്തരോ, എന്ത് വേണോ പറയാം. പക്ഷെ അബോധ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവമായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രകടിപ്പിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. അതുകൊണ്ട് അബോധ മനസ്സിനാണ് അദ്ദേഹം എന്ത് നൽകിയത്? പ്രാധാന്യം നൽകിയത്. അതുപോലെ മനുഷ്യ മനസ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? അബോധ മനസ്സെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമ്മൾ യഥാർത്ഥ സ്വഭാവത്തിലാണ് നമ്മൾ എല്ലാവരും കൂടുതൽ സമയവും ഇരിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടും സന്ദർഭങ്ങൾ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പിന്നെ യഥാർത്ഥ സ്വഭാവം അല്ലാത്ത പ്രവൃത്തികളും കാണിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങോട്ട് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഥകൾ പറഞ്ഞത്. ഓക്കെ, മാനസിക അപഗ്രഥനത്തിന്റെ ഉപജ്ഞാതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനുഷ്യ മനസ്സിനെ ഹിമശൈലത്തോട് ഉപമിച്ചത്, അല്ലെങ്കിൽ മഞ്ഞ് മലയോട് ഉപമിച്ചത് ആരാണ്? സൈക്കോ അനലിറ്റിക്കൽ തിയറി പഠിക്കാനുണ്ട്. അപ്പോഴിതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അബോധ മനസ്സ് എന്ന ആശയം ആദ്യമായിട്ട് ഉപയോഗിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അതുപോലെ
മനുഷ്യ മനസ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തലവും അബോധ മനസ്സാണ്. പിന്നെ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നത് എവിടെയാണ്? അബോധ മനസ്സിലാണെന്നും ആര് പറഞ്ഞു? സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ? അടുത്തത് മാനവികതാവാദം, ഹ്യൂമാനിസം. മാനവികതാവാദം അല്ലെങ്കിൽ ഹ്യൂമാനിസം, ആധുനികവാദം എന്ന പേരിലും മാനവികതാവാദത്തെ വിളിക്കുന്നു. മനുഷ്യന്റെ ആത്മബോധം ആണ് അവന്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത്. ആത്മബോധം, സെൽഫ് അവയർനെസ്. എന്താണ് ആത്മബോധം എന്ന് പറഞ്ഞാൽ? എനിക്ക് എന്നെ കുറിച്ചുള്ളൊരു ഞാൻ ആരാണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു ആത്മബോധം, അതാണ് സെൽഫ് അവയർനെസ്. മനുഷ്യന്റെ എന്ന് വെച്ചാല് മനുഷ്യനാണ് പ്രാധാന്യം. അതാണ് മാനവികത, ഹ്യൂമാനിസം എന്ന് പറയുന്നത്. അവിടെ മനുഷ്യനാണ്, ഞാൻ ആരാണ്, എനിക്ക് എന്തൊക്കെയാണ്, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളെ ചെയ്യാൻ കഴിയൂ, അതിനപ്പുറം പോകാൻ പറ്റൂല, അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നുള്ള ഒരു മനുഷ്യന്റെ അവബോധത്തെയാണ് ആത്മാവബോധം എന്ന് പറയുന്നത്. അവനാണ് അവന്റെ വ്യവഹാരങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഇതാണ് മാനവികതാവാദത്തിൽ പറയുന്നത്. പിന്നെ ഓരോ മനുഷ്യരുടെയും പരമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം നേടുക എന്നതാണ്. ആത്മസാക്ഷാത്കാരം എന്ന് വെച്ചാല് നമ്മുടെ മാനവികതാവാദത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ആത്മസാക്ഷാത്കാരം നേടണം എന്നാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മളെല്ലാം നേടിയെടുത്ത് ആത്മനിർവൃതി അടഞ്ഞു എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? എന്താണ് ആത്മനിർവൃതി അടയുക എന്ന് പറഞ്ഞാൽ? ലൈഫിലെ എല്ലാ കാര്യം നേടിയെടുക്കുന്നത്. ഒരു ഉദാഹരണം പറയാമോ? ആത്മനിർവൃതി അടഞ്ഞ ആരെങ്കിലും പേര്? അരബിന്ദോ, മദർ തെരേസ, അരബിന്ദോ, പിന്നെ ശ്രീനാരായണ ഗുരു. വെരി ഗുഡ്. പക്ഷെ എന്നൊക്കെ നമ്മൾ പറയുന്നു, പക്ഷെ അവരോട് ചോദിച്ചാൽ അവർക്ക് അറിയാവൂ അല്ലേ? അവർക്ക് എന്തെല്ലാം സ്വപ്നങ്ങൾ വേറെ ചെയ്യാനൊക്കെ കാണും. എന്നാലും കുറെ പേരുടെ പേരുകളൊക്കെ ഇങ്ങനെ, ഗാന്ധിജി ഒന്നും ആത്മനിർവൃതി അടഞ്ഞവരല്ല. കാരണം അവരെയൊക്കെ കൊന്നതാ അല്ലേ? അവരെയൊക്കെ വെടിവെച്ച് അങ്ങനെയൊക്കെ കൊന്നവർക്കൊന്നും ആത്മനിർവൃതി അടയാൻ പറ്റിയില്ല. അതാണ് ആത്മസാക്ഷാത്കാരം. ആരോ മൈക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്, ഒന്ന് നോക്കണേ. അബ്ദുൽ കലാം. ഓക്കെ. അപ്പം മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ആത്മസാക്ഷാത്കാരം നേടുക എന്നതാണ്. പിന്നെ മാനവികതാവാദത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് പോൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയുമാണ്. ഇത് വളരെ പ്രധാനമാണ്. ഹ്യൂമാനിസം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർക്കുക, പോൾ റോജേഴ്സും എബ്രഹാം മാസ്ലോ. നമുക്ക് രണ്ടുപേരുടെയും തിയറി, സിദ്ധാന്തങ്ങൾ പഠിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ മാനവികതാവാദം. ആധുനികവാദം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആത്മസാക്ഷാത്കാരം നേടുക എന്നതാണ് മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഉപജ്ഞാതാക്കൾ പോൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും ആണ്. അടുത്തത് ലാസ്റ്റ് ആണ് ജ്ഞാന നിർമ്മിതിവാദം അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നാണ് പറയുന്നത്. ജ്ഞാന നിർമ്മിതിവാദം. ഇതിന്റെ ഉപജ്ഞാതാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയൊക്കെയാണ്? ജീൻ പിയാഷെയും ജെറോമസ് ബ്രൂണറുമാണ്. ജീൻ പിയാഷെയും ജെറോമസ് ബ്രൂണറുമാണ് ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാന നിർമ്മിതിവാദത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട് എന്നോ, ജ്ഞാനം നിർമ്മിക്കുക, അറിവ് നിർമ്മിക്കുക. ഒരു കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്നാണ് എന്ത് പറയുന്നത്? ജ്ഞാന നിർമ്മിതിവാദത്തിൽ ജീൻ പിയാഷെയും ജെറോമസ് ബ്രൂണറും പറയുന്നത്. അപ്പം അറിവ് നിർമ്മിക്കുന്നതിന്റെ ഫലമായിട്ട് കുട്ടിയുടെ മാനസിക പ്രക്രിയ കൂടുകയും പിന്നെ പഠനത്തിലും നല്ല മുന്നേറാനും സഹായിക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്? ജീൻ പിയാഷെയും ജെറോം. എന്ന് വെച്ചാൽ കുട്ടി എന്താണ് സ്വയം അറിവ് നിർമ്മിക്കുന്നത് മൂലം കുട്ടിയിൽ എന്താണ് പഠന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കുട്ടി നല്ല ആക്റ്റീവായി പ്രവർത്തിക്കുന്നു എന്നാണ് ജ്ഞാന നിർമ്മിതിവാദത്തിൽ പറയുന്നത്. പിന്നെ ഈ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പുതിയ നൂതന വിഭാഗം, ഇപ്പൊ ജ്ഞാന നിർമ്മിതിവാദത്തെ പറയുന്ന പേരാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. എന്താണ്
സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്നാണ് ഈ ജ്ഞാന നിർമ്മിതിവാദത്തെ ഇപ്പോഴ് പറയുന്ന പേര്. അപ്പം ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പുതിയ പേരെന്താണ്? സാമൂഹ്യ ജ്ഞാന നിർമ്മിതി ഓക്കെ. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം കൊണ്ട് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? വൈഗോസ്കി. അപ്പം ജീൻ പിയാഷയും ബ്രൂണറും പറഞ്ഞതെന്ന് വെച്ചാൽ കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്നാണ്. പക്ഷെ നമ്മുടെ വൈഗോസ്കി പറഞ്ഞത് സമൂഹവുമായി ബന്ധപ്പെടുന്നതിലൂടെ എന്ന് വെച്ചാൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ സോഷ്യൽ ഇന്ററാക്ഷൻ വഴി എന്താണ് കുട്ടികൾ അറിവ് നിർമ്മിക്കുമ്പോൾ അതെന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ഫലവത്തായിരിക്കും. അതാണ് നമ്മുടെ സ്കൂളുകളിൽ ഇന്നും ഉപയോഗിക്കുന്നത് ഈ മനഃശാസ്ത്ര പഠനമാണ്. കാരണം ഗ്രൂപ്പ് സ്റ്റഡിയും ഗ്രൂപ്പ് വർക്കുകളും കുട്ടികള് പരസ്പരം ഇന്ററാക്ട് ചെയ്തുള്ള ഒരു കരിക്കുലമാണ് ഇപ്പോഴത്തെ സിലബസിൽ ഉള്ളത്. അതാണ് ഇപ്പോഴത്തെ കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി സാമൂഹ്യ ജ്ഞാന നിർമ്മിതവാദവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നമ്മളിപ്പം കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്ന സിലബസ് എന്താണ്? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായിട്ട് ബന്ധപ്പെട്ടാണ്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായിട്ട് ബന്ധപ്പെട്ടത് ആണ്. അപ്പൊ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഒരു നൂതന വിഭാഗമാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് ആരാണ്? ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ ആണ്. പിന്നെ ജ്ഞാന നിർമ്മിതിവാദത്തിലാണെങ്കിൽ കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്നാണ്. പക്ഷെ ജ്ഞാന നിർമ്മിതിവാദത്തിൽ സമൂഹവുമായി ബന്ധപ്പെടുന്നതിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന അറിവ് എന്താണ്? കൂടുതൽ ഗുണകരമാകുന്നു എന്നാണ് ജ്ഞാന നിർമ്മിതിവാദത്തിൽ വൈഗോസ്കി പറഞ്ഞത്. ഇപ്പൊ ഇപ്പോഴത്തെ കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി ഏതാണ്? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, ഇപ്പോഴത്തെ കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി ഏറ്റവും ഏറെ സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? വൈഗോസ്കി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്തിലുള്ളത്? സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ ഉള്ളത് മനഃശാസ്ത്ര സമീപനങ്ങൾ അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്താധാരകൾ. ഇത്രയും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം ഒരു പകുതി പോർഷനിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വളരെ ഈസി ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത്രയും നിങ്ങൾ ഇതിൽ നിന്ന് ഒരു വരി പോലും കട്ട് ചെയ്യാനില്ല. ഇത്രയും നിങ്ങൾ നല്ലതായിട്ട് പഠിക്കുക. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. മനഃശാസ്ത്രം ബോധനത്തിന്റെ ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇത് പഠിച്ചത് തന്നെയാണ്. ആരാണ്? രണ്ടുപേരും ഉണ്ട്. ഓക്കെ. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകൾ? ഡോക്ടർ DS കോത്താരി. അടുത്ത്, കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി ഏറ്റുവരെ സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഇത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസം ഫോറിൻ എഡ്യൂക്കേഷന്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് ബ്രൂണർ. ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത്? 20-ാം നൂറ്റാണ്ടിലെ മനഃശാസ്ത്രത്തിന്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത്? പഠനം എന്നത് SR തമ്മിലുള്ള ബന്ധമെന്ന് വാദിക്കുന്ന വാദം മാനവികവാദത്തിന്റെ പരമമായ ലക്ഷ്യം. ഇതെല്ലാം നമ്മളിപ്പോ പഠിച്ചതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത, അധ്യാപകനാണ് യഥാർത്ഥ ചരിത്ര നിർമ്മിതാവ് എന്ന് പറഞ്ഞത് HG വെൽസ്. ആരാണ് പറഞ്ഞത്? HG വെൽസ് ആണ് പറഞ്ഞത്. അധ്യാപകനാണ് യഥാർത്ഥ ചരിത്രത്തെ സൃഷ്ടിക്കുന്നത് ആരാണ്? അധ്യാപകൻ ആണ് നമ്മുടെ HG വെൽസ് പറഞ്ഞത്. അടുത്ത്, വരൂ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? ഫ്രോബൽ. കുട്ടികളുടെ ചൈൽഡ് എഡ്യൂക്കേഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ഫ്രോബലാണ്. ആദ്യമായി നിങ്ങൾ കുട്ടികളെ അടുത്തറിയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? റൂസോ. ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകിയത് ഫ്രോബൽ, റൂസോ അവരൊക്കെയാണ്. അപ്പൊ കുട്ടികളെ ആദ്യം അടുത്തറിയുക അത് പറഞ്ഞത് ആരാണ്? റൂസോ ആണ്.
അടുത്ത് മനോവികാസത്തിൽ നിന്ന് ഭാഷ ഉണ്ടാകുന്നു. ഇത് പഠിച്ചില്ല, വെറുതെ എഴുതിയ. മനോവികാസത്തിൽ നിന്ന് ഭാഷ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ ആരാണ്? ജീൻ പിയാഷെ. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അടുത്ത് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് പറഞ്ഞത് ആരാണ്? അരിസ്റ്റോട്ടിൽ. ആരാണ്? അരിസ്റ്റോട്ടിൽ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടേമുകളാണ് പഠിക്കാനുള്ളത്, വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഈ എപ്പിസ്റ്റമോളജി? എന്താണ്? അറിവിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് പറയുന്നത്? എപ്പിസ്റ്റമോളജി. അറിവിനെ കുറിച്ച്, നോളജ്, സ്റ്റഡി ഓഫ് നോളജ്, അതാണ് എന്താണ് എപ്പിസ്റ്റമോളജി. അപ്പം അറിവിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് പറയുന്നത്? എപ്പിസ്റ്റമോളജി. EK എന്ന് ഓർത്തിരിക്കുക കേട്ടോ. EK 9R നിങ്ങൾ ഓർത്തിരിക്കുക, എന്തെങ്കിലും ഒരു കോഡ് വെച്ച് ഓർത്തിരിക്കുക. എപ്പിസ്റ്റമോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് നോളജ്, അറിവിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അടുത്ത ആക്സിയോളജി. ആക്സിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂല്യങ്ങളെ കുറിച്ചുള്ള പഠനം. മൂല്യങ്ങൾ, വാല്യൂസ്, വാല്യൂസിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആക്സിയോളജി. AV എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഓഡിയോ വിഷ്വൽ. ആക്സിയോളജി എന്ന് വെച്ചാൽ മൂല്യങ്ങൾ അല്ലെങ്കിൽ വാല്യൂസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ആക്സിയോളജി. അടുത്ത മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റാഫിസിക്സ് യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്, യാഥാർത്ഥ്യങ്ങളെ, റിയാലിറ്റിയെ കുറിച്ച് അല്ലെ? മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാലിറ്റിയെ കുറിച്ച്, അതെന്ന് വെച്ചാൽ നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് എന്താണ്? മെറ്റാഫിസിക്സ്. MR മുണ്ടുകളെന്നോ എന്തെങ്കിലും ഓർത്തിരിക്കുക, MR ടയേഴ്സ് എന്നോ ഓർത്തിരിക്കുക. അപ്പൊ എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ അറിവിനെ കുറിച്ചുള്ള പഠനം, ആക്സിയോളജി മൂല്യങ്ങളെ കുറിച്ചുള്ള പഠനം, മെറ്റാഫിസിക്സ് യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള പഠനം. അടുത്ത് പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിൽ ഉണ്ടാകുന്ന ഭയത്തെ പറയുന്നതാണ് എന്തോന്ന്? സോബോഫോബിയ. എന്താണ്? സോബോഫോബിയ. പഠനവുമായി അല്ലെങ്കിൽ അറിവ് നേടുമ്പോൾ ഉണ്ടാകുന്ന ഭയം അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയത്തെ പറയുന്നതാണ് എന്തോന്ന്? സോബോഫോബിയ. വെള്ളം കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയത്തെ എന്താണ്? ഹൈഡ്രോഫോബിയ. അങ്ങനെ ഇഷ്ടം പോലെ ഫോബിയ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ ഈ നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്? പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിൽ ഉണ്ടാകുന്ന ഭയമാണ് സോബോഫോബിയ. അറിവിനെ കുറിച്ചുള്ള പഠനത്തെ എന്താണ് പറയുന്നത്? എപ്പിസ്റ്റമോളജി. മൂല്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ഓക്കെ. അപ്പൊ ഒരു ടോപ്പിക് കഴിഞ്ഞ് നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് ചൈൽഡ്, മനഃശാസ്ത്ര പഠന രീതികൾ. ഇത് കുറെ ഉണ്ട്, നമുക്ക് ഒരു ചെറിയ ടോപ്പിക് വേറെ നോക്കാം. ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യങ്ങൾ കേട്ടാ. നമ്മൾ അടുത്ത് പഠിക്കുന്ന ടോപ്പിക്കാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ മറ്റത് പിന്നെ എന്താണ് കറക്റ്റ് ആയിട്ട് തുടങ്ങാം. ഇത് ഇടയ്ക്ക് നിന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സിമ്പിളും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഇടയ്ക്കുന്ന് എടുക്കാം. അപ്പൊ നിങ്ങൾക്കും നിങ്ങൾ ഇതുവരെ കുറച്ച് ടഫായിട്ടുള്ള പോർഷനാണ് പഠിച്ചത്. ഇനി അതുകൊണ്ട് കുറച്ചൊന്ന് ഈസി ആയിട്ടുള്ള നോക്കാം. ലേണിംഗ് ഡിസബിലിറ്റീസ്, പഠന വൈകല്യങ്ങൾ. എന്താണ് പഠന വൈകല്യങ്ങൾ എന്ന് പറഞ്ഞാൽ? എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി? ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠനം, ഡിസബിലിറ്റി വൈകല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളിൽ ഉണ്ടാകുന്ന ഓരോ തരത്തിലുള്ള വൈകല്യങ്ങൾ, പഠനം, എഴുത്തില്, വായനയില്. അല്ല, ഞാൻ ചോദിച്ചത് എന്താണ് വൈകല്യങ്ങൾ? പഠിക്കാൻ ബുദ്ധിമുട്ടുകളാണ്. ബുദ്ധിമുട്ട്. അത് ഞാൻ അതല്ല ചോദിച്ചത്, എന്താണ് കുറവ്, ഒരു കുട്ടിക്കുള്ളൊരു കുറവ് അല്ലെങ്കിൽ സാധാരണ കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ മറ്റു കുട്ടികൾക്ക് കാണുകയാണെങ്കിൽ അതിനെ നമുക്ക് വൈകല്യങ്ങൾ എന്ന് പറയാം അല്ലേ? ഇപ്പൊ പിന്നെ കണ്ണ് കണ്ടുകൂടാത്ത വൈകല്യമാണ്, കാല് പിന്നെ എന്താണ് മുടന്തുന്നത് വൈകല്യമാണ്, അതുപോലെ ചെവി കേൾക്കാത്ത വൈകല്യമാണ്. എല്ലാം ഒരുപാട് വൈകല്യങ്ങളുണ്ട്. നമുക്ക് പഠിക്കേണ്ട പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങള് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പഠനത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത്.
പറയുന്നത്. അപ്പൊ 5 തരത്തിലുള്ള പഠന വൈകല്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഡിസ്ലെക്സിയ. എന്താണ് ഡിസ്ലെക്സിയ എന്ന് വെച്ചാല് റീഡിങ് ഡിസബിലിറ്റി അല്ലെങ്കിൽ വായിക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിഫിക്കൽറ്റി ഇൻ റീഡിങ്, വായിക്കാൻ, വാക്കുകൾ വായിക്കുമ്പോഴും ഉച്ചരിക്കുമ്പോഴും ഉണ്ടാവുന്ന പ്രശ്നം. പിന്നെ അക്ഷരങ്ങളെ തലതിരിച്ച് വായിക്കുക, ദാക്കിനായും ഭാക്കിതായും എന്ന് വെച്ചാൽ പിന്നെ വായിക്കുമ്പം കുട്ടിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അക്ഷരങ്ങളെ കറക്റ്റ് ഇതായിട്ട് വായിക്കാതിരിക്കുക, തലതിരിച്ച് വായിക്കുക, ഇതിനെല്ലാം നമ്മൾ എന്താണ് പറയുന്നത്, ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ബുദ്ധിമുട്ട്. ഓക്കെ. അടുത്തത് ഡിസ്ഗ്രാഫിയ എന്ന് വെച്ചാൽ എഴുതുന്നതിനുള്ള ഗ്രാഫ്. നമ്മൾ ഗ്രാഫ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, വരയ്ക്കാൻ അല്ലേ. അപ്പൊ എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ടിനെ അല്ലെങ്കിൽ ആലേഖന വൈകല്യം എന്നാണ് ഡിസ്ഗ്രാഫിയെ പറയുന്നത്. എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആലേഖന വൈകല്യം എന്നാണ് ഡിസ്ഗ്രാഫിയെ പറയുന്നത്. വളരെ മോശമായ കൈയക്ഷരം കുട്ടികളെ എന്ത് ചെയ്യുന്നു അല്ലേ. ഈ എഴുതുന്നതിന് ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ ലക്ഷണങ്ങളാണ് വളരെ മോശമായ കൈയക്ഷരമായിരിക്കും, അക്ഷരത്തെറ്റുകൾ വരുത്തുന്നു, അക്ഷരങ്ങളുടെ രൂപം കുട്ടികളെ കുഴപ്പിക്കുന്നു. പിന്നെ നമുക്കറിയാം ഡോക്ടേഴ്സ് ഒക്കെ എഴുതണത് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, പകർത്തി എഴുതാനോ ഒന്നും നമുക്ക് പറ്റൂല, വായിക്കാനേ പറ്റൂല. അപ്പം ഈ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുതുന്നതിനുള്ള, വായിക്കും. ഡിസ്ഗ്രാഫിയുള്ള കുട്ടി ചിലപ്പോൾ നന്നായിട്ട് വായിക്കും, പക്ഷെ അവന് എഴുതാൻ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും. പിന്നെ കേൾവി തകരാറുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിസ്ഗ്രാഫിയ ഉള്ളത്. അപ്പം ഇവർക്ക് കറക്റ്റായിട്ട് ഇപ്പൊ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റൂല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എഴുതാനും പറ്റൂല. അപ്പൊ കേൾവി തകരാറുള്ള, ഇപ്പൊ നമ്മുടെ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു നോട്ട് കൊടുത്താൽ പോലും അതിനെ കറക്റ്റ് നോക്കി എഴുതാൻ എന്ത് ചെയ്യൂല, അവർക്ക് പറ്റൂല. അക്ഷരങ്ങളെ തലതിരിച്ചൊക്കെ എഴുതും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതെല്ലാം ഏതാണ്, ഡിസ്ഗ്രാഫിയാണ്. ഇപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിന്നെ എന്താണ് അശ്വിൻ എന്ന കുട്ടിക്ക് അക്ഷരങ്ങള് വ്യക്തമായിട്ട് എഴുതാൻ കഴിയുന്നില്ല. അപ്പൊ ഈ കുട്ടി അനുഭവപ്പെടുന്ന പഠന വൈകല്യം ഏതാണ്, ഡിസ്ഗ്രാഫിയ. ഇപ്പൊ വ്യക്തമായിട്ട് നിങ്ങൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, ഡിസ്ഗ്രാഫിയ എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ട്. അടുത്ത് ഡിസ്കാൽക്കുലിയ. കാൽക്കുലേഷൻ എന്ന് പറയുമ്പോഴേ അറിയാം, മാത്തമെറ്റിക്കലായിട്ട് ഗണിതപരമായ വൈകല്യത്തെയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. നമ്മുടെ പദങ്ങൾ, നമ്മുടെ എന്താണ് ഓപ്പറേഷൻസ്, ഡിജിറ്റ്സ്, അല്ലെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ആ ചിഹ്നങ്ങൾ ഉപയോഗിക്കാനും എല്ലാം ബുദ്ധിമുട്ടെല്ലാം അനുഭവപ്പെടുന്നത് ഗണിതപരമായ വൈകല്യത്തിലാണ് വരുന്നത്. പിന്നെ സമയം മനസ്സിലാക്കാൻ, എത്ര സമയം നോക്കി പഠിപ്പിച്ചാലും, ക്ലോക്കിൽ പഠിപ്പിച്ചാലും എന്താണ് സമയം നോക്കി പറയില്ല. ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിന്നെ എന്താണ് രാമു എന്ന കുട്ടിയോട് അധ്യാപകൻ എന്താണ് ക്ലോക്കിൽ നോക്കി സമയം പറയാൻ പറഞ്ഞപ്പം അവന് എത്ര നോക്കിയിട്ടും കറക്റ്റായിട്ട് സമയം നോക്കി പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇതേതാണ്, കൂട്ടാൻ പറ്റുന്നില്ല, കുറയ്ക്കാൻ അതുകൂടെ എത്ര പറഞ്ഞിട്ടും പിന്നെ ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് ഡിസ്കാൽക്കുലിയ ആണ്. പിന്നെ അതുപോലെ പണം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട്. പണം കൈകാര്യം ചെയ്യാനെന്ന് വെച്ചാല് ഇപ്പൊ 100 രൂപയ്ക്ക് ചില്ലറ കൊടുത്തല് അവ എത്ര എണ്ണി നോക്കിയിട്ട് 100 രൂപ എന്താണ് 100 രൂപ തികയ്ക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ 110 രൂപ എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ ഉള്ളത് ഏതാണ്, ഡിസ്കാൽക്കുലിയാണ്. ഇപ്പൊ ഈ പഠന വൈകല്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പഠന വൈകല്യങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കൂടുതലായിട്ടും നമ്മുടെ യാഥാർത്ഥ്യ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ തന്നായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തെഴുതാവൂ, ഉത്തരം എഴുതാവൂ. ഓക്കെ. പണം കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, സമയം മനസ്സിലാക്കാനുള്ള, അതുപോലെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും, പിന്നെ 2 പദങ്ങളുള്ള ഇത് പിന്നെ എന്താണ് വേർഡ്സുകൾ തിരിച്ച് മറിച്ചു വിടാനും, അതുപോലെ നമ്പേഴ്സ് കറക്റ്റായിട്ട് പിന്നെ നോക്കാനും, അതിനെല്ലാം ബുദ്ധിമുട്ട്. അതുപോലെ സ്ക്വയർ, റെക്റ്റാങ്കിൾ, നമ്മുടെ
എന്താണ് ത്രികോണം അങ്ങനെയൊക്കെ വരുന്നതിനെല്ലാം കറക്റ്റ്. ഇപ്പൊ ത്രികോണം വരയ്ക്കാൻ പറയുമ്പോൾ കറക്റ്റായിട്ട് ത്രികോണം വരയ്ക്കാൻ അറിഞ്ഞുകൂടാ എങ്കിലും അതും എന്താണ് വരയ്ക്കാനല്ല, മനസ്സിലാക്കാൻ ഇത് ത്രികോണമാണ് എന്ന് കുട്ടിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അതെന്താണ് ഡിസ്കാൽക്കുലിയ ആണ്. ഓക്കെ, അടുത്തന്നെ ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാക്സിയ. ഇത് ശാരീരിക ചലന വൈകല്യം. ശാരീരിക ചലന വൈകല്യം, ഇതിനെ മോട്ടോർ കോർഡിനേഷൻ ഡിസോർഡർ എന്ന പേരിലും അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ചലന വൈകല്യം എന്ന പേരിൽ. നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മുടെ കൈയും കാലും കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റിയില്ല. ജോലി മീൻസ് ഇപ്പൊ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുള്ള കാര്യങ്ങളും ആയിരിക്കാം. അതാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞുതരാം. നോക്കിക്കോ, ഒരു കുട്ടിക്ക് ഷൂ ലേസ് എത്ര പിടിച്ച് കെട്ടാൻ നോക്കിയിട്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഷൂ ലേസ് കറക്റ്റായിട്ട് കെട്ടാൻ പറ്റുന്നില്ല. പിന്നെ ക്രയോൺസ് ഉപയോഗിച്ച് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, 2ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ക്രയോൺസ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ആ പിക്ചറിനെ എന്ത് ചെയ്യാൻ, കളർ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണ് ഡിസ്പ്രാക്സിയ. അതുപോലെ സിസേഴ്സ്, കത്രിക ഉപയോഗിച്ച് ഒരു പിക്ചർ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടും കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ റിബൺ, തലയിൽ റിബൺ കെട്ടാൻ പറ്റുന്നില്ല. നമ്മുടെ ഷർട്ടിന്റെ ബട്ടൺ പിന്നെ ഇടാൻ പറ്റുന്നില്ല. സ്കേർട്ടിന്റെ ഹൂക്ക് ഇടാൻ പറ്റുന്നില്ല. ഇതെല്ലാം എന്താണ്, ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാക്സിയ ആണ്. അല്ലെങ്കിൽ ഒരു സൈക്കിൾ കൊടുത്തിട്ട് കറക്റ്റായിട്ട് സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നില്ല. ഇതെല്ലാം എന്തിലാണ് വരുന്നത്, ഡിസ്പ്രാക്സിയ. പിന്നെ ഇനി അടുത്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഒരു ഐസ് കട്ട വച്ചു, പക്ഷെ ഒരു ഫീലിങ്സും ഇല്ല എങ്കിൽ അത് ഡിസ്പ്രാക്സിയ ആണ്. ഓക്കെ, മനസ്സിലായ? ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു എന്താണ് ഒച്ച്, സ്നെയിൽ, ഒരു ഒച്ചിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാമ്പെന്ന് തന്നെ വിചാരിക്കുക, പാമ്പ് ശരീരത്തിൽ ടച്ച് ചെയ്താൽ പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ അത് ഡിസ്പ്രാക്സിയ ആണ്. അതുപോലെ നല്ല മധുരമുള്ള ലഡുവോ ജിലേബിയോ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ട് അതിന്റെ ടേസ്റ്റ് പറയാൻ പറ്റിയില്ല എങ്കിലും ഡിസ്പ്രാക്സിയ ആണ്. അതുപോലെ നല്ല പിച്ചിപ്പൂവിനും അല്ലെങ്കിൽ മുല്ലപ്പൂവൊക്കെ മണക്കാൻ അല്ലെങ്കിൽ റോസ തന്നാൽ അതിന്റെ സ്മെല്ല് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും ഡിസ്പ്രാക്സിയ ആണ്. അതുപോലെ ലൈറ്റ്, പിന്നെ നമ്മളെ ലൈറ്റ് ഭയങ്കര പ്രകാശത്തെ നമുക്ക് നിരീക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെങ്കിൽ ഡിസ്പ്രാക്സിയ ആണ്. അതുപോലെ നമ്മുടെ ഐ കോർഡിനേഷൻ കറക്റ്റായിട്ട്, ഇപ്പൊ ചില കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരാളെ നോക്കുമ്പം വേറൊരാളെ നോക്കുന്നതുമായിട്ട് തോന്നുന്നു. ഐ കോർഡിനേഷൻ കറക്റ്റായിട്ട് കിട്ടാത്തതും ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാക്സിയ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ ശരീര ചലന വൈകല്യങ്ങളെല്ലാം, ശാരീരികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് എന്തിലും പെടുത്താം, ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാക്സിയയില് വരുത്താം. ഓക്കെ, അടുത്തിന് ഡിസ്ഫാസിയ അല്ലെങ്കിൽ അൽഫാസിയ എന്ന്, ഭാഷാപരമായ വൈകല്യം. നിങ്ങൾ ഇത് നമ്മുടെ ആദ്യം പഠിച്ച വായനാ വൈകല്യവുമായിട്ട് എന്താണ് ഡിസ്ലെക്സിയ ആയിട്ട് കുറച്ച് ബന്ധമുള്ളതാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭാഷാപരമായ വൈകല്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ കറക്റ്റായിട്ട് പറയാനും മറ്റൊരാളോട് പിന്നെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എനിക്ക് നന്നായിട്ട് എന്താണ് ഒരു പ്രസംഗിക്കാനുള്ള ഒരു ടോപ്പിക് തന്നാൽ നന്നായിട്ട് എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, എന്ന് വെച്ചാൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ അറിഞ്ഞൂടാ. മനസ്സിലായി? ഇപ്പൊ ഞാൻ ഇപ്പൊ 5ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ അവന്റെ അമ്മ ഒരു കഥ നന്നായിട്ട് പഠിപ്പിച്ച് വിടുകയാണ്. അവൻ എന്ത് ചെയ്തു, നന്നായിട്ട് കഥ മനസ്സിലായി അറിയാന്ന് പറഞ്ഞു, പക്ഷെ സ്റ്റേജിൽ ചെന്ന് അവന് കഥ എന്ത് ചെയ്യും, അവന് എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാ. ആ ഒരു അവസ്ഥയാണ് ഡിസ്ഫാസിയ അല്ലെങ്കിൽ അൽഫാസിയ. കാരണം അനായാസമായി കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നില്ല, വാക്കുകൾ സ്ഫുടതയോടെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, ഭാഷ കൈകാര്യം ചെയ്യാനും മറ്റൊരാളോട് പറയാനും പറ്റുന്നില്ല. വാക്കുകൾക്ക് സ്ഫുടത കുറവ്, വ്യക്തയില്ലായ്മ. പിന്നെ ഈ വിക്ക് അനുഭവപ്പെടുന്നതെല്ലാം ഡിസ്ഫാസിയാണ്. ഒരിക്കൽ പറഞ്ഞ വാക്ക് വീണ്ടും വീണ്ടും പറയുക, കുറച്ച് സ്പേസ് ഇട്ട് പറയുക, പിന്നെ എത്ര പറഞ്ഞ നല്ല സ്ഫുടത, ഉച്ചാരണ
പ്രൊനൗൺസിയേഷൻ അതൊക്കെ വ്യക്തതയില്ലാത്ത സംസാരം എല്ലാം ഡിസ്ഫാസിയ അല്ലെങ്കിൽ അൽഫാസിയയിൽ വരുന്നതാണ്. ഓക്കെ, ഡിസബിലിറ്റി ഇൻ ലാംഗ്വേജ് ആണ്, ഭാഷാപരമായ വൈകല്യത്തെയാണ് ഡിസ്ഫാസിയ അല്ലെങ്കിൽ അൽഫാസിയ എന്ന് പറയുന്നത്. ഇനിയുള്ളത് ADHD, വളരെ പ്രധാനമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ADHDയുടെ ഫുൾ ഫോം ഒരു 4 തന്നിട്ട് കറക്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അതുകൊണ്ട് നിങ്ങൾ അതുകൂടെ പഠിച്ചിരിക്കുക. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD എന്ന് പറഞ്ഞ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതിനെ ശ്രദ്ധാവൈകല്യം എന്നാണ് പറയുന്നത്. ശ്രദ്ധാവൈകല്യം എന്നാണ് ADHDയുടെ മലയാളം വേർഡ്. ഏറ്റവും കൂടുതൽ ഈ സ്കൂൾ കുട്ടികളിലാണ് ഈ ശ്രദ്ധാവൈകല്യം അല്ലെങ്കിൽ ADHD ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ പിന്നെ ചൈൽഡ്ഹുഡ് ഏജ് എന്ന് വെച്ചാല് പിന്നെ ഒരു 2ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഇടയ്ക്കുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ. 5ഉം 6ഉം ക്ലാസ്സിലെ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ADHD ഉണ്ടാവുന്നത്. അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ് ഇതിന് കാരണം. ഇതിന്റെ പിന്നെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഈ ADHD ഉള്ള കുട്ടികൾ ഒരിക്കലും ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല, പിന്നെ ശ്രദ്ധിക്കുകയില്ല. ഇതിന് കാരണം ശാരീരികമാകാം, ജൈവപരമാകാം, പാരമ്പര്യം ജനിതകമാവാം, പിന്നെ പാരിസ്ഥിതിക ഘടകങ്ങൾ, ജനന സമയത്ത് വരുന്ന എന്തെങ്കിലും ദുരന്തം, ഇപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളോ ടെൻഷനോ അങ്ങനെ ഉണ്ടാകുന്നത്, അടുത്ത് പോഷകാഹാരക്കുറവ്, പിന്നെ സാമൂഹ്യ സാംസ്കാരിക ചുറ്റുപാടുകൾ, ഇതെല്ലാം ADHDക്ക് കാരണം വീട്ടിൽ പാരന്റ്സ് എന്താണ് നല്ലതായിട്ട് കെയർ ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഭയങ്കര പ്രശ്നങ്ങളുള്ള, അച്ഛൻ മദ്യപാനിയായി, അങ്ങനത്തെ പിള്ളേർക്കൊക്കെയാണ് കൂടുതലും, ആ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ADHD ഉണ്ടാകുന്നത്. അപ്പൊ ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. ഇത് ഒരിക്കലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത, അതാണ് ശ്രദ്ധാവൈകല്യം. കുട്ടിക്ക് അടങ്ങിയിരിക്കാനും പറ്റുന്നില്ല. പിന്നെ ഇവർക്ക് പല കാരണങ്ങൾ കൊണ്ടും ഇവർക്ക് എന്താണ് ADHD വരാൻ. ഓക്കെ, അടുത്തിന് വേറൊരു ടേമാണ് അനോറക്സിയ. എന്താണ് അനോറക്സിയ? നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള രോഗം. എന്ന് വെച്ചാൽ ബാലൻസ്ഡ് ഡയറ്റ്, എല്ലാം ചേർന്ന ആഹാരം എന്ന് വെച്ചാൽ വൈറ്റമിൻ, പ്രോട്ടീൻ, മിനറൽസ് ഇതെല്ലാം, പിന്നെ കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം ചേർന്ന ബാലൻസ് ആയിട്ടുള്ള സമീകൃത ആഹാരം കഴിക്കാത്തത് കൊണ്ടുണ്ടാവുന്ന രോഗത്തെയാണ് അനോറക്സിയ എന്ന് പറയുന്നത്. ഇപ്പം ഈ നല്ല രീതിയിൽ ആഹാരം കഴിക്കാത്ത കുട്ടികളിലും ഈ ADHDയും ഉണ്ടാകാറും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്താണ് പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പഠന വൈകല്യങ്ങൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന വായിക്കാനുള്ള ബുദ്ധിമുട്ട്, ഡിസ്ഗ്രാഫിയ എന്ന് വെച്ചാൽ എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആലേഖന വൈകല്യം, ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ ഗണിതപരമായ വൈകല്യം അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡിസബിലിറ്റി ആണ്. അടുത്ത് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്ന ശാരീരിക ചലന വൈകല്യം അല്ലെങ്കിൽ മോട്ടോർ കോർഡിനേഷൻ ഡിസോർഡർ ആണ്. അടുത്തത് ഡിസ്ഫാസിയ അല്ലെങ്കിൽ അൽഫാസിയ, അത് ഭാഷാപരമായ വൈകല്യം അല്ലെങ്കിൽ ലാംഗ്വേജ് ഡിസബിലിറ്റി ആണ്. പിന്നെ ADHD ശ്രദ്ധാവൈകല്യം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇത്രയാണ് പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ? മനസ്സിലായോ? മിസ്, ഇപ്പൊ ഈ വൈകല്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു കുട്ടിക്ക് വന്നാൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? മാറ്റാം ക്രമേണ. വെച്ചാല് ഈ പഠന വൈകല്യങ്ങളെല്ലാം പഠന സമയത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പക്ഷെ ഒരു പരിധി വരെ അവരുടെ പഠനങ്ങൾ കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതൊക്കെ മാറ്റിയെടുക്കാനും പറ്റും. ഇതിനു വേണ്ടി ഒരുപാട് തെറാപ്പികളുണ്ട്, അല്ലാതെ ഒരുപാട് പിന്നെ എന്താണ് ട്രെയിനിങ്ങുകളും അങ്ങനെയൊക്കെ ചെയ്ത് ഈ പഠന വൈകല്യത്തെ നമുക്ക് ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ പറ്റും. ഈ ഉച്ചാരണ ശുദ്ധി, ഈ ഞാൻ പറഞ്ഞില്ലേ ഡിസ്ഫാസിയ എന്ന് പറഞ്ഞ, ഈ ലാസ്റ്റ് പറഞ്ഞല്ല ഡിസ്ഫാസിയ, അൽഫാസിയ, ഈ വിക്ക് അനുഭവപ്പെടുന്ന ഈ എന്ന് വെച്ചാൽ ഈ ചെറിയ ഏജിൽ ഈ വിക്ക് അനുഭവപ്പെടുന്നവര് പിന്നെ ഒരു 18-19 വയസ്സൊക്കെ കഴിയുമ്പോൾ അവരുടെ വിക്കൊക്കെ മാറുന്ന എത്രയോ പേരുണ്ട്.
ഭാഷ എന്ന് വെച്ചാല് ഇപ്പൊ ആരോടെയും സംസാരിക്കാതെ കുണുങ്ങിയും അങ്ങനെ ഇങ്ങനെയൊക്കെ നാണം, പിന്നെ സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ളവര് പിന്നെ ഇവര് നല്ലതായിട്ട് എന്ത് ചെയ്യും, മറ്റു കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഈ ഡിസ്ഫാസിയ ഇതെല്ലാം മാറും. കാരണം ഈ ന്യൂക്ലിയർ ഫാമിലി, ഒരു മക്കളൊക്കെ ഉള്ള വീട്ടിലൊക്കെ കുട്ടികളാണ് പരസ്പരം സംസാരിക്കാതെയും ഭാഷ കൈകാര്യം ചെയ്യാതെയും. അപ്പം ഈ കുട്ടികളെ മറ്റു കുട്ടികളുമായിട്ട് എന്ത് ചെയ്യും, മിങ്കിൾ ചെയ്യിപ്പിക്കും. അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന സ്പീച്ച് തെറാപ്പിയാണ്. ഈ കുട്ടിക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കുമ്പോൾ ഇതങ്ങ് മാറും. പഠന സമയങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു പരിധി വരെ എന്ന് വെച്ചാൽ ഒരു 90% ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറും. കാരണം വളരും തോറും അവരിൽ എന്ത് ചെയ്യും, ട്രെയിനിങ്ങും അതിന് വേണ്ടിയിട്ടുള്ള അവരെ കണ്ടെത്തി, ഇപ്പൊ സ്കൂളുകളിൽ ഇങ്ങനെ പഠന വൈകല്യം ഉള്ളവരെ കണ്ടെത്തി അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള എന്താണ് സഹായങ്ങളും ട്രീറ്റ്മെന്റുകളും എല്ലാം നൽകി അത് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു മിസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനെ കുറിച്ച്? ഉണ്ടോ ഇതിന്റെ എന്തെങ്കിലും ഡൗട്ട്? അടുത്തിനി ഒരു ചെറിയ ടോപ്പിക് കൂടെ നമുക്ക് പഠിക്കാം, ഒരു ചെറിയ ടോപ്പിക്. വൈജ്ഞാനിക പ്രക്രിയ, കൊഗ്നിറ്റീവ് പ്രോസസ്സ്, അതുകൂടെ ഒരു ചെറിയ ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. എന്താണ് വൈജ്ഞാനിക പ്രക്രിയ? എന്താണ് വൈജ്ഞാനികം എന്ന് പറഞ്ഞാൽ എന്താണ് വൈജ്ഞാനികം? കൊഗ്നിറ്റീവ് അറിവ്. ബുദ്ധിപരമായിട്ട് അല്ലെ, നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നതും വൈജ്ഞാനികമാണ്. നിങ്ങൾ അത് ഓർത്ത് വച്ചിരിക്കുക. നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ച് എന്ത് ചെയ്യുന്നത് എന്താണ് വൈജ്ഞാനിക പ്രക്രിയ. അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്? പട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പൂച്ചയ്ക്ക് അങ്ങനെ വൈജ്ഞാനിക മനുഷ്യർക്ക് ഹയർ ലെവൽ ഉയർന്ന തരം ജീവികൾക്ക് മാത്രമേ വൈജ്ഞാനിക പ്രക്രിയ കാണുകയുള്ളൂ. അതാണ് ആരൊക്കെ? നമ്മുടെ ചിമ്പാൻസി അല്ലേ, ഈ മനുഷ്യക്കുരങ്ങുകൾ, പിന്നെ മനുഷ്യനും, പിന്നെ ഇപ്പൊ നമ്മുടെ ഡോൾഫിനെ കൂടെ എന്താണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഉയർന്നതരം ജീവികളിൽ മാത്രമേ വൈജ്ഞാനിക പ്രക്രിയ നടക്കൂ. എന്നുവെച്ചാൽ ബ്രെയിൻ ഉപയോഗിച്ചും നമ്മുടെ സെൻസ് ഓർഗൻ ഉപയോഗിച്ചുള്ളതാണ് വൈജ്ഞാനിക പ്രക്രിയ. നമുക്ക് പ്രധാനമായിട്ട് 2 വൈജ്ഞാനിക പ്രക്രിയയാണ് ഉള്ളത്. അപ്പൊ എന്താണ് വൈജ്ഞാനിക ലോകവുമായി സംവദിക്കാനും നമ്മുടെ അനുഭവങ്ങളെ വ്യാഖ്യാനിക്കാനും സഹായിക്കുന്ന മാനസിക പ്രക്രിയകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈജ്ഞാനിക പ്രക്രിയകളെന്ന് പറയുന്നത് അല്ലേ. നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിനെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും നമ്മളെ ലോകവുമായി നമുക്ക് എന്ത് ചെയ്യാം, ഇന്ററാക്ട് ചെയ്യാനുമുള്ള ഒരു പ്രക്രിയയാണ് കൊഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 2 വൈജ്ഞാനിക പ്രക്രിയ 2 ഉള്ളത്. സംവേദനവും പ്രത്യക്ഷണവും, സെൻസേഷനും പെർസെപ്ഷനും. അപ്പൊ എന്താണ് സെൻസേഷൻ, എന്താണ് പെർസെപ്ഷൻ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. സെൻസേഷൻ, ആദ്യം സംവേദനം. നമുക്ക് എത്ര തരത്തിലുള്ള പിന്നെ സെൻസ് ഓർഗനാണ് ഉള്ളത്? 5. നമ്മൾ ചെറിയ LKG UKG മുതലേ പഠിക്കുന്നതാണ്. 5 സെൻസ് ഓർഗനാണ് ഉള്ളത്. അപ്പൊ ഈ സെൻസ് ഓർഗൻ ഉപയോഗിച്ച് ചുറ്റുപാടിൽ നിന്നും അറിവ് നേടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംവേദനം എന്ന് പറയുന്നത്. അപ്പം ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അറിവ് നേടുന്നതിനെ, അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അറിവ് നേടുന്നതിനെയാണ് എന്ത് പറയുന്നത്? സംവേദനം. ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം കേട്ടാ. സംവേദനം എന്ന് പറയുന്നത് എന്ന് വെച്ചാല് ഇപ്പം ഒരു ഉദാഹരണം, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ട് കേട്ടു. ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു തരത്തിലുള്ള ഒരു ഭയങ്കര സൗണ്ട് കേട്ടു. പക്ഷെ നിങ്ങളൊന്നും കണ്ടില്ല, കേട്ടു. അപ്പൊ അതെന്താവാം? സംവേദനം ആവാം. ഓക്കെ, എന്തോ ഒരു ഭയങ്കര ഒരു സൗണ്ട് കേട്ടു, അതാണ് സംവേദനം. സൗണ്ടാണ് കേട്ടത്, പക്ഷെ എന്ത് സൗണ്ട് ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതാണ് പ്രത്യക്ഷണം. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ എന്തോ ഒരു വലിയ സൗണ്ട് കേട്ടു, ആ സൗണ്ട് കേട്ടത് സംവേദനമാണ്. ഇന്ദ്രിയം ഉപയോഗിച്ച് ചുറ്റുപാടിൽ നിന്ന് നമ്മൾ എന്തോ ഒരു അറിവ് നേടി. ആ നേടിയ അറിവിനെ അർത്ഥപൂർണമാക്കുന്നതാണ്
എന്ത്? പ്രത്യക്ഷണം. ഇപ്പൊ ഞാനൊരു എന്തോ ഒരു സൗണ്ട് കേട്ടു, അത് സംവേദനം. അതൊരു ആക്സിഡന്റ് നടന്നതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നതാണ് പ്രത്യക്ഷണം. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ കണ്ണടച്ചു വെച്ചിട്ട് നിങ്ങളുടെ എന്താണ് വായില് ഒരു ഒരു ലഡുവിന്റെ ഒരു ചെറിയ ഭാഗം വായില് വച്ചു. അപ്പൊ നിങ്ങളുടെ ടേസ്റ്റ് ബഡ് വഴി നമ്മൾ നല്ല മധുരമാണെന്ന് നിങ്ങൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി. മധുരമാണെന്ന് മനസ്സിലാക്കിയത് സംവേദനം. പക്ഷെ അത് എന്താണ്, ലഡു ആണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞതാണ് എന്ത്? പ്രത്യക്ഷണം. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ സ്കിന്നില് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലോ കയ്യിലോ എവിടെയെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐസ് കട്ട കൊണ്ടുവച്ചു, എന്തോ തണുപ്പ് ഫീൽ ചെയ്തു, അതാണ് എന്ത്? സംവേദനം. അത് ഐസ് വച്ചത് കൊണ്ടാണ് തണുപ്പ് ഫീൽ ചെയ്തതെന്ന് മനസ്സിലാക്കിയതാണ് പ്രത്യക്ഷണം. ഓക്കെ, ക്ലിയർ ആയോ സംവേദനവും പ്രത്യക്ഷണവും തമ്മിലുള്ള വ്യത്യാസം? ആദ്യം നടക്കുന്നത് സംവേദനമാണോ പ്രത്യക്ഷണമാണോ? സംവേദനം. സംവേദന ശേഷമാണ് പ്രത്യക്ഷണം നടക്കുന്നത്. അപ്പൊ ആദ്യം നടക്കുന്നത് സംവേദനം. സംവേദനം നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് നടക്കൂ? പ്രത്യക്ഷണം നടക്കൂ. അപ്പം ചുറ്റുപാടിൽ ഓക്കെ, വെരി ഗുഡ്. ചുറ്റുപാടിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അറിവ് നേടുന്നതിനെ സംവേദനമെന്നും ഈ സംവേദനത്തെ അർത്ഥപൂർണമാക്കുന്നതാണ് എന്ത്? പ്രത്യക്ഷണം. ഓക്കെ. സംവേദനം നടന്നതിന് ശേഷമാണ് പ്രത്യക്ഷണം നടക്കുന്നത്. അടുത്തിന് നമുക്ക് 5 സെൻസ് ഓർഗൻ ഉണ്ടെന്നാണ് പഠിച്ചത്. 5 സെൻസ് ഓർഗനിൽ നിന്നും നമുക്ക് കിട്ടുന്ന സംവേദനത്തെ 5 പേരുകളിലാണ് അറിയപ്പെടുന്നത്. മൂക്കിൽ നിന്ന് കിട്ടുന്ന സംവേദനത്തെ ഓൾഫാക്ടറി സെൻസേഷൻ എന്നാണ് പറയുന്നത്. മൂക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മണം അറിയാൻ, അല്ലേ? അപ്പം ആ സെൻസേഷനെ ഓൾഫാക്ടറി സെൻസേഷൻ. അപ്പം മൂക്കിൽ നിന്നും ഉണ്ടാകുന്ന സെൻസേഷനെ ഓൾഫാക്ടറി സെൻസേഷൻ എന്ന് പറയുന്നു. ചെവിയിൽ നിന്ന് ഉണ്ടാകുന്നത് ഓഡിറ്ററി സെൻസേഷൻ ആണ്. ശബ്ദം അറിയാനാണ് ചെവി ഉപയോഗിക്കുന്നത്. കണ്ണെന്തിനാണ്? കാഴ്ചയ്ക്ക്, അല്ലെ? വിഷ്വൽ സെൻസേഷൻ. നാക്ക് രുചി അറിയുന്നതിന്, അതിനെ ഗസ്റ്റേറ്ററി സെൻസേഷൻ എന്നാണ് പറയുന്നത്. സ്കിന്ന് സ്പർശനം, ത്വക്ക് അല്ലെങ്കിൽ ത്വക്ക് എന്തിനാണ്? സ്പർശനത്തിനാണ്. ടാക്ടൈൽ സെൻസേഷൻ. ഈ ടാക്ടൈൽ സെൻസേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ 5 സെൻസേഷനെ കുറിച്ചും പഠിക്കണം. മൂക്കിൽ നിന്നുള്ളത് ഓൾഫാക്ടറി, ചെവിയിൽ ഓഡിറ്ററി, കണ്ണ് വിഷ്വൽ. അത് രണ്ടും നിങ്ങൾക്ക് അറിയാം. ഓഡിറ്ററിയും വിഷ്വലും നിങ്ങൾക്ക് അറിയാം. ബാക്കി 3 നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. മൂക്ക് ഓൾഫാക്ടറി, അതുപോലെ പിന്നെ നാക്ക് ഗസ്റ്റേറ്ററി, സ്കിന്ന് ടാക്ടൈൽ. മറ്റേതറിയാലോ, ഓഡിറ്ററി എന്ന് പറഞ്ഞാല് കേൾക്കാൻ, ചെവി. മറ്റേത് കണ്ണിൽ നിന്ന് കിട്ടുന്നത് വിഷ്വൽ. ഓക്കെ, ഇത് പഠിക്കുമല്ലോ ഇത്രയും? പഠിക്കും മിസ്. അപ്പം മൂക്കിൽ നിന്ന് കിട്ടുന്നത് ഓൾഫാക്ടറി, കേട്ടോ, തെറ്റിക്കല്. ഓൾഫാക്ടറി സെൻസേഷൻ. ചെവിയിൽ നിന്ന് ഓഡിറ്ററി, കണ്ണിൽ നിന്ന് എന്താണ്? വിഷ്വൽ. ഗസ്റ്റേറ്ററി, സ്കിന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്കിന്നിൽ നിന്ന് കിട്ടുന്ന സെൻസേഷനെ ടാക്ടൈൽ സെൻസേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനമാണ്. നമുക്ക് ഈ സംവേദനവും പ്രത്യക്ഷണവും നടന്നതിന് ശേഷം മാത്രമേ ബാക്കി എല്ലാ വൈജ്ഞാനിക പ്രക്രിയകളും നടക്കൂ. എന്താണ്? തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും, അതുപോലെ പിന്നെ എന്താണ് പ്രോബ്ലം സോൾവിങ്, റീസണിങ്, ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ഇത് രണ്ടും നടന്നതിന് ശേഷം മാത്രമാണ്. സംവേദനവും പ്രത്യക്ഷണവും നടന്നതിന് ശേഷം മാത്രമേ ബാക്കി എല്ലാ വൈജ്ഞാനിക പ്രക്രിയകളും നടക്കൂ. ഇതാണ് മെയിൻ ആദ്യത്തെ പ്രധാനമായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. താങ്ക് യു. Thank you, miss.